വീണ്ടും ഒരു ബുധനാഴ്ച കൂടെ നമുക്കൊരുമിച്ച് കൂടുവാനുള്ള വളരെ അത്ഭുതകരമാകുന്ന ഭാഗ്യകരമാകുന്ന ഒരവസരമാണ് കർത്താവാകുന്ന യേശു നൽകി തന്നിരിക്കുന്നത്. और आज रात को एक और बार प्रभु ने हमें अवसर प्रदान किया कि हम लोग मिलकर प्रभु की महिमा कर सके और स्तुति आराधना कर सके. സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. और जितने लोग इन सभाओं में नियमित जुड़ते हैं, आप सभी को दिल से हम धन्यवाद देना चाहते हैं, आभार प्रकट करते हैं. കഴിഞ്ഞുപോയ ഒരു വർഷത്തിലധികമായി നമ്മൾ ഉയർത്തിയ ആയിരക്കണക്കിന് പ്രാർത്ഥനകൾക്ക് കർത്താവാകുന്ന യേശു മറുപടി നൽകി തന്നു. और पिछले एक साल से अधिक समय से कई हजारों विषयों के लिए प्रार्थना करने के लिए प्रभु ने अवसर प्रदान किया और बहुत सारे विषयों के उत्तरों को भी हम देख पाए. ഈ ഞായറാഴ്ചയും തിങ്കളാഴ്ച പ്രഭാതത്തിലുള്ള അന്യഭാഷ പ്രാർത്ഥനയിൽ ഈ കാലാവസ്ഥയിൽ വലിയ ഘോരമാകുന്ന മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ പ്രവാചകന്മാർ വെതർ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരുന്നു. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവ് അതിനൊരു ശമനം നൽകി. और रविवार को और सोमवार की सुबह की प्रार्थनाओं के अंदर विशेष हमने प्रार्थना की थी. बरसात के बारे में भविष्यवाणी थी, संभावनाएं थी कि मौसम विभाग ने कहा था कि भारी बारिश होगी, लेकिन प्रभु ने अपने कार्य को वहां पर प्रकट किया, स्थितियों को नियंत्रण में रखा. എൻ്റെ ഹൃദയത്തിൽ അപ്പോൾ ഒരു ബോധ്യം പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായി. നമ്മൾ പോലും അറിയാതെ ഇതേപോലെ ആയിരക്കണക്കിന് പ്രാർത്ഥനകൾക്ക് കഴിഞ്ഞുപോയ നാളുകളിൽ കർത്താവ് ഈ ബുധനാഴ്ച ഉയർന്ന പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകി തന്നു. और प्रभु ने मेरे दिल के अंदर ये बात देखी, बहुत तेरे विषयों के लिए जिसके लिए हमने प्रार्थना की, हमारी भी जानकारी के बगैर उन विषयों के ऊपर प्रभु ने अपने कार्य को प्रकट किया और अपने उत्तरों को उन विषयों के लिए प्रकट किया है. ആത്മാർത്ഥമായി പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു, നന്ദി അറിയിക്കുന്നു. और जितने लोग आत्मीयता से सभा में जुड़ते हैं, प्रार्थना करते हैं, आपको दिल से हम आभार व्यक्त करते हैं. ഒക്ടോബർ മാസം മുതൽ മാസത്തിൽ ഒരു ബുധനാഴ്ച, ആദ്യത്തെ ബുധനാഴ്ച സാധിക്കുമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങളിൽ, ഓരോ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിൽ പോയി ഈ പ്രാർത്ഥന ഹോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. और अक्टूबर महीने के एक सप्ताह के अंदर आग्रह कर रहे हैं कि हर एक राज्यों की राजधानी में जाकर इन सभाओं को हम वहां से संचालित कर सके. പ്രഥമമായിട്ട് ഒക്ടോബർ മാസത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് കേരളത്തിൻ്റെ തലസ്ഥാനമാകുന്ന തിരുവനന്തപുരത്ത് നിന്ന് ഈ പ്രാർത്ഥന ഹോസ്റ്റ് ചെയ്യാൻ അവിടെയുള്ള ഒരു സഭയുമായി അസോസിയേറ്റ് ചെയ്ത് ഹോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. और अक्टूबर महीने के अंदर केरल की राजधानी ट्रिवांड्रम की कलीसिया के साथ में मिलकर वहां से ये जो सभाओं को आयोजित करने का हम प्रयास कर रहे हैं. നവംബറിൽ ഡൽഹിയിൽ നിന്ന്, നവംബർ മാസത്തിൽ ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട്. നവംബർ മാസത്തിൽ ഡൽഹിയിൽ നിന്നും ഹോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. और नवंबर महीने में दिल्ली से इन सभाओं को होस्ट करने के लिए हम प्रयास कर रहे हैं. വരാൻ പോകുന്ന മാസങ്ങളിൽ അതേപോലെ ഓരോ മാസവും ഓരോ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിൽ കർത്താവ് എത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. और मैं विश्वास करता हूँ आने वाले दिनों में हर एक महीने में एक राज्य की राजधानी में जाने के लिए प्रभु अवसर प्रदान करेगा. ഇന്ന് രാത്രി വീണ്ടും നമ്മൾ പുത്രത്വത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ കൂടെ കേൾക്കുവാൻ പോകുന്നു. आज रात पुनः हम पुत्रत्व के विषय में कुछ बातों को सीखने जा रहे हैं. ഞാൻ കഴിഞ്ഞ പവർ കോൺഫറൻസിൽ പറഞ്ഞതുപോലെ ജോൺ മാക്സ്വെൽ എന്ന കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, ലോ ഓഫ് റിപ്പീറ്റേഷൻ, ആവർത്തിച്ചൊരു കാര്യം പറയുമ്പോൾ അത് ഹൃദയത്തിൽ പതിയുമെന്ന്. और पिछले पावर कॉन्फ्रेंस में मैंने जॉन मैक्सवेल का पुनरावृत्ति का नियम वो आपको बताया था कि एक ही बात को अगर हम बार बार दोहराते हैं तो वो बात हमारे अंदर उतर जाती है. കഴിഞ്ഞുപോയ ദിനങ്ങളിലെല്ലാം ആവർത്തിച്ച് ഈ ആലോചനകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. और पिछले कुछ दिनों से लगातार पुत्रत्व के बारे में हम बार बार सीख रहे हैं. അതിനാൽ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിട്ട ആലോചനകൾ, അതിൻ്റെ ചില ഭാഗങ്ങൾ, ആരംഭ ഭാഗങ്ങൾ തുടങ്ങി ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ പങ്കുവയ്ക്കുവാൻ പോകുന്നു. और मेरे दिल में पिछले दिनों में प्रभु ने पुत्रत्व के बारे में जो बातें मुझे सिखाई वो आपके भी साथ में मैं आज बांटना चाहूंगा. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ഞാനൊരു പ്രഭാത സന്ദേശം ഫേസ്ബുക്കിലും യൂട്യൂബിലും കൊടുക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്ന ചിലർ ഇന്ന് രാത്രി പ്രാർത്ഥനയിലുണ്ട്. और प्रतिदिन सुबह 8 बजे यूट्यूब में, फेसबुक में एक लघु संदेश में देता हूं, उसमें भाग लेने वाले बहुत सारे लोग आज इस सभा में जुड़े हुए हैं.
ആ സന്ദേശത്തിൽ ഈ കഴിഞ്ഞ ഒരു 14 ദിവസത്തിലധികമായിട്ട് ഞാൻ സൺഷിപ്പിനെ കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. और पिछले 14 दिन से लगातार पुत्रत्व के बारे में मैं उस सभा में सिखा रहा हूं. ദൈവത്തിൻ്റെ വചനത്തിൽ സുവിശേഷത്തിൽ ഒത്തിരി വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് അവിടെ പുത്രത്വത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആരംഭിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. और यूहन्ना रचित सुसमाचार 1 उसके 12वें पद के अंदर पुत्रत्व के बारे में हम उस विषय के बारे में वहां पर हम आरंभ में देखते हैं. ലേഖനങ്ങളിൽ ചെല്ലുമ്പോഴാകുന്നു ഗലാത്യ ലേഖനം, റോമാലേഖനം, ഇങ്ങനെയുള്ള ലേഖനങ്ങളിൽ ആധികാരികമായിട്ട് പുത്രത്വത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. और गलातियों की पत्री, रोमियों की पत्री में विस्तार के साथ में पुत्रत्व के बारे में हम देख पाते हैं. പുതിയ ഉടമ്പടിയുടെ കീഴിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അത്ഭുതകരമാകുന്ന ദൈവം നൽകുന്ന ഒരു പദവിയാണ് ദൈവപുത്രന്മാരാകുവാൻ വേണ്ടിയുള്ള ആ ഭാഗ്യം. और नई वाचा के अंतर्गत मुझे और आपको मिलने वाला एक बहुत बड़ा सुअवसर है परमेश्वर की संतान होने का, जो सौभाग्य में प्राप्त होता है. മറ്റുടമ്പടികളിൽ നിന്നെല്ലാം പുതിയ ഉടമ്പടി വളരെ ശ്രേഷ്ഠമാകുന്ന ഉടമ്പടിയാകുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു സ്ഥാപിച്ച ആ ഉടമ്പടിയുടെ ഉള്ളിലാകുന്നു നമുക്ക് ദൈവകുടുംബത്തിൽ ജനിക്കുവാൻ അവസരം ലഭിക്കുന്നത്. और अन्य सारी वाचाओं से हटकर नई वाचा अपने आप में श्रेष्ठ इसलिए है क्योंकि नई वाचा के अंतर्गत परमेश्वर के परिवार के अंदर जन्म लेने का अवसर हमें प्राप्त होता है. ആ ജനനത്തിലൂടെ ദൈവത്തിൻ്റെ പുത്രന്മാരായി നമ്മൾ തീരുകയാണ്. നമ്മൾ വചനത്തിൻ്റെ പുത്രന്മാരാകുന്നു. വചനം ദൈവമാകുന്നുവല്ലോ. ആ ജനനത്തിലൂടെ, ദൈവകുടുംബത്തിലേക്കുള്ള ജനനത്തിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരുന്നു. और उस जन्म के कारण वचन के द्वारा नया जन्म जब हमारा होता है, हम परमेश्वर के उस परिवार के अंदर, पुत्रत्व के अंदर हम शरीक हो जाते हैं. അത് ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ ജീവിതശൈലിക്ക് മാറ്റം ഉണ്ടാകും. और यदि वह प्रकाशन हमारे दिल के अंदर गहराई से स्पष्टता के साथ में यदि मैं और आप समझ जाएं, तो हमारे जीवन शैली में ही एक बदलाव आ जाएगा. കർത്താവാകുന്ന യേശു ക്രിസ്തു തൃത്വത്തിൽ രണ്ടാമനാകുന്ന ദൈവം തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവപുത്രനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. और प्रभु यीशु मसीह जो उस तृत्व के अंदर दूसरा है, वह जब इस संसार में देह धारण किया, वो पुत्र के रूप में वह देह धारित हुआ. അവിടുന്ന് പുത്രനായി വന്നത് നമ്മളെ പുത്രന്മാരാക്കുവാൻ വേണ്ടിയാണ്. और वह इसलिए पुत्र बनकर आया ताकि मैं और आप पुत्र बन जाएं. ഇനി വരാൻ പോകുന്ന നിത്യതയിൽ പോലും അതുതന്നെയാണ് തുടരുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെയും കാണുവാൻ കഴിയുന്നുണ്ട്. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. പുത്തൻ യെരൂശലേമിലാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. और अनंतता में भी जो बात प्रकट होने वाली है वह पुत्रत्व है, ऐसा हम प्रकाशित वाक्य उसके 21वें अध्याय उसके 7वें पद में देखते हैं. जो जय पाए वही इन वस्तुओं का वारिस होगा और मैं उसका परमेश्वर होऊंगा और वह मेरा पुत्र होगा. അനന്ത ഭാവികാല നിത്യത, ഇറ്റേണിറ്റി ആരംഭിച്ചതിന് ശേഷം ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നു ദൈവവും നമ്മളുമായിട്ടുള്ളൊരു ബന്ധം വിശദീകരിച്ചിരിക്കുന്നത് അവന് ദൈവവും ഞാൻ അവൻ എനിക്ക് മകനുമായിരിക്കുമെന്നാണ്. और हम यहाँ देखते हैं अनंतकालीन उस स्थान के अंदर भी परमेश्वर और हमारे बीच का रिश्ता जब हम यहाँ देखते हैं, वहां लिखा है कि मैं उसका परमेश्वर होऊंगा और वह मेरा पुत्र होगा. ഇവിടം കൊണ്ട് തീരുന്ന ഒരു സ്ഥാനമല്ലിത്. ഇത് തുടരാൻ പോകുന്നതാണ്. അനന്തഭാവികാല നിത്യതയിലും ഈ കുടുംബത്തിൽ ജനിച്ചവർ പുത്രന്മാരായിട്ട് തുടരുവാൻ പോകുന്നു. और प्रियो, जब हम इस परिवार में जन्म लेते हैं और हम उसके पुत्र या संतान बनते हैं, यह जो रिश्ता केवल इस संसार के साथ में समाप्त नहीं हो रहा, लेकिन अनंतकालीन राज्य के अंदर भी यह जो रिश्ता है वो बना रहता है. അതാണ് ഈ സന്ദേശത്തിന്റെ ഗൗരവം. और इस संदेश की गंभीरता या महत्व इसी एक पहलू से है. ഈ കാലഘട്ടത്തിൽ ഇത് അനേകരിലൂടെ വീണ്ടും കർത്താവ് ഈ സന്ദേശം കൊടുക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ഇപ്പോൾ നടക്കാൻ പോകുന്ന പരിശുദ്ധാത്മ ചലനം, ആ ചലനത്തിൽ
പുത്രന്മാരെയാണ് ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. और इन दिनों में प्रभु अलग अलग अपने दासों के द्वारा अगर इस विषय को बार बार दोहरा रहा है, उससे जो हम समझ सकते हैं कि इन दिनों की जागृति के अंदर परमेश्वर पुत्रों को कलीसिया में खड़ा करना चाहता है. എബ്രായ ലേഖനത്തിലും അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. और इब्रानियों की पत्री पहले अध्याय उसके पहले 2 पदों में हम देखते हैं, पूर्व युग में परमेश्वर ने बाप दादों से थोड़ा थोड़ा करके और भांति भांति से भविष्यद्वक्ताओं के द्वारा बातें कर इन अंतिम दिनों में हमसे पुत्र के द्वारा बातें की, ऐसा हम पाते हैं. അങ്ങനെയെങ്കിൽ അന്ത്യകാലത്തിലെത്തിയിരിക്കുന്ന നമ്മളുടെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ പുത്രന്മാരിലൂടെ ദൈവം അരുളി ചെയ്യാൻ പോവുകയാണ്. यदि ऐसा है तो अंत के आखिरी चरण में पहुंचे हुए मैं और आप हमारे दिनों में पुत्रों के द्वारा परमेश्वर अपनी महिमा को प्रकट करने जा रहा है. അനേകം ദൈവദാസന്മാർ ഇതേ ഒരേ സമയത്ത് തന്നെ തമ്മിൽ അറിയാതെ ഈ ആലോചനകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. और बहुत सारे प्रभु के दास लोग आपस में बिना जानकारी के इसी विषय को अलग अलग तरीके से इन दिनों में सिखा रहे हैं. കഴിഞ്ഞ ദിവസം ഞാൻ കർത്താവിൻ്റെ ദാസൻ ബാബുശായനെ ടൈറ്റസ് ചാക്കോയെ ഞാൻ വകയാറിൽ വെച്ച് കണ്ടിരുന്നു. ആ സമയത്ത് കർത്താവിൻ്റെ ദാസൻ പറയുകയാണ്, മസ്കറ്റിൽ ജോബി ടൈറ്റസ് കുറച്ച് നാളുകളായിട്ട് ഈ ആലോചനകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. और पिछले दिनों में प्रभु के दास पास्टर टाइटस चाको से जब मैं बात कर रहा था तो वो बता रहे थे कि पास्टर जोबी टाइटस पिछले कुछ दिनों से इसी विषय को वे भी सिखा रहे हैं मस्कट के अंदर. അതേപോലെ കഴിഞ്ഞ 2 ആഴ്ചകളിൽ പാസ്റ്റർ അനീഷ് നമ്മുടെ നടുവിൽ വന്നു, പാസ്റ്റർ രാജേഷ് നമ്മുടെ നടുവിൽ വന്നു. ഡൽഹിയിൽ രാജ്മോഹൻ പാസ്റ്റർ, അങ്ങനെ തുടങ്ങി അനേകം ദൈവദാസന്മാർ, തോമസ് അനേകം ദൈവദാസന്മാർ ഈ സമയത്ത് ഈ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. और पिछले दिनों में पास्टर अनीश के द्वारा, पास्टर राजेश के द्वारा, पास्टर राजमोहन के द्वारा और भी अन्य कई प्रभु के दास लोग जैसे पास्टर थॉमस, ये सभी लोग इसी विषय को इन दिनों में मुख्य रीति से सिखा रहे हैं. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് തന്നെ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത് പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം എന്നാണ്. और यीशु मसीह के सुसमाचार के बारे में गलातियों की पत्री उसके पहले अध्याय के 6 पद के अंदर जो हम देखते हैं वहां पर पुत्रत्व के सुसमाचार इस प्रकार से वहां पर वो पद आया. गलातियों की पत्री 1 अध्याय उसका 6 पद के अंदर യേശുക്രിസ്തുവിൻ്റെ പുത്രത്വത്തിൻ്റെ വിവിധ വിശദീകരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നു. യോഹന്നാൻ 3:16 യേശുവിനെ വിളിച്ചിരിക്കുന്നത് ഏകജാതനാകുന്ന പുത്രൻ എന്നാണ്. और यीशु मसीह के पुत्रत्व के बारे में योना 3:16 में हम देखते हैं परमेश्वर का इकलौता पुत्र, ऐसा हम देखते हैं. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നു. और लूका 1:32 के अंदर परमेश्वर का पुत्र इस प्रकार से यीशु को संबोधित किया गया है. മത്തായി 9:27 യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നു. और मत्ती 9:27 के अंदर यीशु को दाऊद के पुत्र नाम से संबोधित किया गया है. മർക്കോസ് 8:31 യേശുവിനെ മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നു. मरकुस 8:31 के अंदर यीशु को मनुष्य के पुत्र के नाम से बुलाया गया है. റോമാലേഖനം 8:21 ആദ്യജാതനാകുന്ന പുത്രൻ, ദൈവകുടുംബത്തിൽ ആദ്യജാതനാകുന്ന പുത്രൻ, ആദ്യമായി ജനിച്ച പുത്രൻ എന്ന് റോമാലേഖനം 8:29 യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. और रोमियो की पत्री 8 उसके 29 के अंदर जो हम देखते हैं वहां लिखा है कि पुत्र के स्वरूप में, ताकि वह बहुत भाइयों में पहलोठा ठहरे, पहलोठा पुत्र के रूप में यीशु को बुलाया गया है. ഇതെല്ലാം ഒരാൾക്ക് എങ്ങനെ ആകാൻ കഴിയും? യേശുവിന് മാത്രമേ അങ്ങനെ ആകാൻ കഴിയത്തുള്ളൂ. और ये सारा एक व्यक्ति को कैसे हो सकता है? वो केवल यीशु है जो इन बातों में आ सकता है. ദാവീദ് പുത്രനായിരിക്കുമ്പോൾ തന്നെ ദൈവപുത്രനായിരിക്കുന്നു, ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ മനുഷ്യപുത്രനായിരിക്കുന്നു, മനുഷ്യപുത്രനായിരിക്കുമ്പോൾ തന്നെ ആദിജാതനാകുന്ന പുത്രനാകുന്നു. ഇതെല്ലാം ഒരുമിച്ച് യേശുവിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. और हम देखते हैं प्रभु यीशु मसीह जहां पर दाऊद का पुत्र है, वहां पर वो परमेश्वर का पुत्र भी है, मनुष्य का पुत्र भी है, और हम देखते हैं पहलोठा भी है, इकलौता भी है. ये सारे पद यीशु के साथ में जुड़े हुए हैं. യേശു നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ശ്രദ്ധിക്കുക. യേശുവിനെ കുറിച്ച്
യേശു നമ്മുടെ ദൈവമാകുന്നു, നമ്മുടെ രക്ഷകനാകുന്നു, നമ്മുടെ സ്നേഹിതനാകുന്നു, നമ്മുടെ സഹോദരനാകുന്നു, നമ്മുടെ പിതാവാകുന്നു, നമ്മുടെ വരനാകുന്നു, നമ്മുടെ ഭർത്താവാകുന്നു. വളരെ വിരോധാഭാസമായി തോന്നും. ഒരാൾക്ക് തന്നെ ഇതെല്ലാം എങ്ങനെയാകാൻ കഴിയും? और यीशु मसीह और हमारे संबंध के बारे में भी हम वचन में देखते हैं, अलग अलग रीति से उस संबंध को बताया गया है। वह हमारा प्रभु है, वह हमारा उद्धार करता है, वह हमारा परमेश्वर है, वह हमारा बड़ा भाई है, वह हमारा पिता है, वह हमारा दुल्हा है। आप देखिए, एक ही व्यक्ति लेकिन अलग अलग रिश्तों के द्वारा उस बात को बताया गया है। യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. केवल यीशु से ही ये बात संभव है। ഇവിടെ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവിടെ ഓർത്തോപീഡീഷ്യനുണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, കാർഡിയോളജിസ്റ്റ് ഉണ്ട്, ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവിടെ ഓർത്തോപീഡീഷ്യൻ്റെ അരികിൽ ചെന്ന് ഗൈനക്കോളജിയുമായി ഗർഭ സംബന്ധമാകുന്ന എന്തെങ്കിലും കാര്യവുമായിട്ട് ഓർത്തോപീഡീഷ്യൻ്റെ അരികിൽ ചെല്ലുകയാണെങ്കിൽ അദ്ദേഹം പറയും ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാൻ പറയും. जब हम हॉस्पिटल्स में जाते हैं, अलग अलग विभाग वहां पर होते हैं, अलग अलग डॉक्टर्स वहां पर होते हैं, और हर विभाग का डॉक्टर उसी विभाग से जुड़ी हुई बीमारियों को ही देखता है। मान लीजिए, अगर कोई गायनिक वाला जो मरीज है वह किसी हड्डी के डॉक्टर के पास में जाएगा तो वो उसका इलाज नहीं करेगा और वो कहेगा नहीं, आपको उस विभाग में जाना होगा। എന്നാൽ ഓൾ ഇൻ ഓൾ ജീസസ് ക്രൈസ്റ്റ് മാത്രമാണ്. അവിടുന്ന് നമ്മുടെ ഓർത്തോപീഡീഷ്യനുമാണ്, കാർഡിയോളജിസ്റ്റുമാണ്, ഗൈനക്കോളജിസ്റ്റുമാണ്, അവിടുന്ന് എല്ലാമാണ്. लेकिन प्रियो, सब बातों का इलाज करने वाला एकमात्र व्यक्ति हमारा प्रभु यीशु मसीह है। वह हमारे लिए ऑर्थोपेडिक डॉक्टर भी हो जाता है, वह गायनोकोलॉजिस्ट भी हो जाता है। दूसरे शब्दों में हर विभाग को वह व्यवहार करता है। നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. यदि आज रात विश्वास करते अपने हाथों को उठाकर प्रभु को धन्यवाद दीजिए। ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ദൈവവചനത്തിൽ നമുക്ക് മറ്റ് ചിലരെ കുറിച്ചുകൂടെ പുത്രൻ എന്ന പേരിൽ അവരെ വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. और परमेश्वर के वचन के अंदर कुछ और लोगों को पुत्र के नाम से संबोधित किया हुआ है। ലൂക്കോസ് 3:38 ആദാമിനെ ദൈവത്തിന്റെ മകൻ എന്ന് വിളിച്ചിരിക്കുന്നു. लूका रचित सुसमाचार 3:38 में आदम को परमेश्वर के पुत्र के रूप में बताया गया है। ഏദൻ തോട്ടത്തിൽ ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. अदन की वाटिका में आदम परमेश्वर का पुत्र था। എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് താൻ വീണുപോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. और हम पाते हैं उस पद से वो गिर गया, उसने खो दिया। ഇയ്യോബിന്റെ പുസ്തകം 1:6 ദൂതന്മാരെ പുത്രന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. अय्यूब 1:6 में स्वर्गदूतों को भी परमेश्वर के पुत्र के नाम से बुलाया गया है। പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലിനെ പുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നു. निर्गमन 4 अध्याय 26वें पद में इज़राइल को परमेश्वर के पुत्र के नाम से बुलाया गया है। ആ ഭാഗം ഒന്ന് വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ പുത്രന്മാരാക്കുവാൻ ആഗ്രഹിച്ചതാണ്. അവരെ പുത്രന്മാരെന്ന് തന്നെ വിളിച്ചിരിക്കുന്നു. പിന്നീട് യേശുവിൻ്റെ സമയത്തും അവരെ മക്കളെന്ന് സംബോധന ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്കൊരിക്കലും അവിടെ എത്താൻ കഴിഞ്ഞില്ല. और हम देखते हैं निर्गमन के अंदर जहां पर इज़राइल को परमेश्वर ने पुत्र के रूप में बुलाया, लेकिन हम पाते हैं कि वे उस पुत्रत्व के पद पर वे बने नहीं रह पाए, वे उस स्तर तक पहुंच नहीं पाए। പുറപ്പാട് 4:22 ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ എന്നാണ് യഹോവയാകുന്ന ദൈവം അവരെ കുറിച്ച് പറയുന്നത്. निर्गमन 4 अध्याय 22वां पद, यहोवा यूं कहता है कि इज़राइल मेरा पुत्र वरन मेरा जेठा है। അതേപോലെ തന്നെയാണ് അവരെ രാജാക്കന്മാരാക്കുവാനും പുരോഹിതന്മാരാക്കുവാനും, അങ്ങനെ ഒരു രാജ്യമാക്കുവാൻ, പുരോഹിതന്മാരുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആയിരിക്കുന്ന ഒരു രാജ്യമാക്കി തീർക്കുവാൻ ആഗ്രഹിച്ചിരുന്നു കർത്താവ്. और हम यह भी देखते हैं यहोवा परमेश्वर चाह रहा था न केवल ये लोग पुत्र रहे लेकिन राजा भी बने और याजक भी बने। यह प्रभु की मनसा थी। പുറപ്പാട് 19:6 നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. और निर्गमन 19 उसके 6 पद के अंदर हम वो देख पाते हैं। പുത്രന്മാരും ആകാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്കൊരു പുരോഹിത രാജത്വം, ഒരു വിശുദ്ധ ജനവും അങ്ങനെയുള്ളൊരു രാജ്യവുമായി തീരുവാൻ അവർക്ക് കഴിഞ്ഞില്ല. और हम देखते हैं कि इज़राइल न तो पुत्र बन पाया, न वह याजकों का राज्य बन पाया और न वह पवित्र जाति बन पाया। അവർക്ക് അങ്ങനെ ഒരു വളർച്ച ലഭിക്കാതെ പോയത് കൊണ്ടാണ് ന്യായപ്രമാണം അവരുടെ മേൽ വന്നത്. और उनके अंदर उस रीति से
एक स्तर पर वे न बढ़ पाने के कारण व्यवस्था उनके लिए स्थापित की गई। യഥാർത്ഥത്തിൽ ഇവർ അബ്രഹാമിൻ്റെ മക്കളാണ്. അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയാണ് ഇവരിൽ നടപ്പിലാക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നത് എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാവും. और वास्तविकता में ये अब्राहम के संतान हैं। तो अब्राहम के साथ में परमेश्वर ने जो वाचा बांधी थी, उसी वाचा के अंदर इनको भी प्रभु लिए चलना चाहता था। ന്യായപ്രമാണം ഇടയിൽ കയറി വരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. व्यवस्था का युग बीच में आने की कोई जरूरत ही नहीं थी। എന്നാൽ ഇതിടയിൽ കയറി വന്നതാണ് എന്ന് പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനത്തിൽ റോമാലേഖനത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. और गलातियों की पत्री में, रोमियों की पत्री में हम देखते हैं कि व्यवस्था बीच में आ गई। എന്തുകൊണ്ടാണ് അതിടയിൽ കയറി വന്നത്? व्यवस्था क्यों बीच में आ गई? ആദ്യം നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. और गलातियों की पत्री उसके 3 अध्याय के कुछ पदों को हम देखेंगे। അവിടെ 19-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. गलातियों की पत्री 3 अध्याय 19वां पद। तब फिर व्यवस्था क्यों दी गई? वह तो अपराधों के कारण बाद में दी गई कि उस वंश के आने तक रहे जिसकी प्रतिज्ञा दी गई थी, और वह स्वर्गदूतों के द्वारा एक मध्यस्थ के हाथ ठहराई गई। ലംഘനങ്ങൾ നിമിത്തം എന്നവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. അത് ആവശ്യമില്ലാത്തതായിരുന്നു, ഇടയ്ക്ക് അത് വേണ്ടി വന്നത് കൂട്ടിച്ചേർത്തതാണ്. और 19वें पद को यदि आप ध्यान से पढ़ो, वहां लिखा है वह तो अर्थात व्यवस्था तो अपराधों के कारण बाद में दी गई थी। दूसरे शब्दों में अपराधों के कारण व्यवस्था को वहां पर लागू करना पड़ा। നമുക്കറിയാം, പുതിയ നിയമ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ, പുതിയ നിയമ ഉടമ്പടിയിൽ വരുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ എന്ന് ഗലാത്യർ 3:14 പറയുന്നുണ്ട്. അവിടെ അബ്രഹാമിൻ്റെ അനുഗ്രഹം, യഥാർത്ഥത്തിൽ പറയേണ്ടത് ന്യായപ്രമാണം അതിനുശേഷമല്ലേ പുതിയ ഉടമ്പടി വരുന്നത്. അപ്പോൾ ന്യായപ്രമാണവുമായിട്ടല്ലേ പുതിയ ഉടമ്പടിയെ ചേർത്ത് വയ്ക്കേണ്ടത്. എന്നാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു, ഇത് ഇടയിൽ വന്നതാകുന്നതിനാൽ, കൂട്ടിച്ചേർത്തതാകുന്നതിനാൽ ഒറിജിനൽ എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ മേലുള്ള അനുഗ്രഹമാണ്. അതാണ് പുതിയ ഉടമ്പടിയിലേക്കും പകരപ്പെടുന്നത്. और गलातियों के पत्री 3 अध्याय उसके 14वें पद में हम देखते हैं, अब्राहम की आशीष मसीह यीशु में अन्य जातियों तक पहुंचे और हम विश्वास के द्वारा उस आत्मा को प्राप्त करें जिसकी प्रतिज्ञा हुई है। दूसरे शब्दों में, अब्राहम के साथ में परमेश्वर ने जो वाचा बांधी थी, वही वाचा नए वाचा के अंदर जब एक व्यक्ति आता है, उसके ऊपर वही आशीष, जो अब आशीष अब्राहम पर थी, वही आशीष की प्रतिज्ञा हम यहां पर पाते हैं। उसका अर्थ है, आमतौर पर होना क्या चाहिए? अगर यह पुरानी व्यवस्था से जुड़ा हुआ होता तो वहां पर अब्राहम के आशीष के स्थान पर पुरानी व्यवस्था ऐसा लिखा हुआ होता, लेकिन यहां पर अब्राहम की आशीष के साथ में इसे जोड़ा गया है। उससे हम समझ पा रहे हैं कि यह व्यवस्था है, यह बीच में एक तात्कालीन समय के लिए लागू की गई थी। വളരെ വ്യക്തം 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തു. എന്താണ് ആ ലംഘനങ്ങൾ? ഇവരുടെ ഇടയിൽ, ഈ അബ്രഹാമിന്റെ സന്തതികളുടെ ഇടയിൽ വന്ന ലംഘനം എന്താണ്? और 19वें पद में बहुत स्पष्ट है कि व्यवस्था तो अपराधों के कारण बाद में दी गई। यदि ऐसा है तो अब्राहम के संतानों का अपराध क्या था? യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, यहोशू उसका 24वां अध्याय और उसके 14वें पद में यदि हम जाए तो, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ടവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ, ഇത് ശ്രദ്ധിക്കണം, നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരയും മിസ്രൈമിൽ വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. और यहोशू 24 उसका 14वां पद, इसलिए अब यहोवा का भय मानकर उसकी सेवा खराई और सच्चाई से करो, और जिन देवताओं की सेवा तुम्हारे पुरखा महानद के उस पार और
मिस्र में करते थे उन्हें दूर करके यहोवा की सेवा करो। മിസ്രയീമിൽ വെച്ച് അന്യദേവന്മാരെ സേവിച്ചു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ വ്യക്തമാണ്. അബ്രഹാമിന് ദൈവിക വെളിപ്പാടുണ്ടായിരുന്നു, ഇസഹാക്കിനും ഉണ്ടായിരുന്നു, യാക്കോബിനും ഉണ്ടായിരുന്നു. എന്നാൽ യാക്കോബിൻ്റെ പിള്ളേർ വന്നു കഴിഞ്ഞപ്പോൾ അപ്പന്മാർക്കുണ്ടായിരുന്ന വെളിപ്പാട് അതേപോലെ വഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിൽ യോസഫിന് മാത്രമേ ആ വെളിപ്പാടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മക്കൾ വന്നപ്പോൾ, അവർ മിസ്രൈമിലായിരുന്നപ്പോൾ മിസ്രൈമിലെ ദൈവങ്ങളെ അവർ ആരാധിച്ചു. और हम यहां पर देखते हैं मिस्र में उनके दृष्टिकोण में रूपांतरण हुआ। अब्राहम के द्वारा, इसहाक के द्वारा, याकूब के द्वारा जिस रीति से वे प्रभु की आराधना करते थे, मिस्र में यूसुफ उस रीति से प्रभु को पुकार पाया, लेकिन उसके बाद की पीढ़ियों ने प्रभु से वे दूर चले गए और अलग ही रीति से वे एक आराधना में आगे बढ़ने लगे। എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. 20-ാമത്തെ അധ്യായം, എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ 7-ാം വാക്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോരുത്തരും താൻ്റെ കണ്ണിൻ്റെ മുമ്പിലിരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞു കളറിൻ. മിസ്രൈമ്യ ബിംബങ്ങളെ കൊണ്ട് നിങ്ങളെ മലിനമാക്കരുത്. ഞാനത്രേ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് കൽപ്പിച്ചു. और यहेजकेल नबी की पुस्तक उसके 20वें अध्याय के 7वें पद में और स्पष्टता से हम उसे समझ सकते हैं। फिर मैंने उनसे कहा, जिन घिनौनी वस्तुओं पर तुम में से हरेक की आंखें लगी है उन्हें फेंक दो और मिस्र की मूर्तों से अपने को अशुद्ध न करो, मैं ही तुम्हारा परमेश्वर यहोवा हूं. മിസ്രൈമ്യ വിഗ്രഹങ്ങൾ, മിസ്രൈമ്യ മിളച്ച വിഗ്രഹങ്ങൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നു. എവിടുന്ന ഇവർക്ക് ഈ മിസ്രൈമ്യ മിളച്ച വിഗ്രഹങ്ങളെ ലഭിച്ചത്? അപ്പൂപ്പന്മാർ, ഇവരുടെ വല്യപ്പച്ചന്മാർ, അവർ മിസ്രൈമിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചു. അതു നിമിത്തമാണ് ന്യായപ്രമാണം ഇവരുടെ മേൽ വന്നത്. और यहां हम देखते हैं कि मिस्र की मूर्तें, अब ये मूर्तियां कहां से इन्हें मिली? इनके पुरखा लोग जो मिस्र में गुलामी में थे, वहां पर इन्होंने मूर्ति पूजा की. परिणाम स्वरूप यह जो आराधना का रीति रिवाज इनके साथ में चलता रहा और उसके कारण, इस अपराध के कारण व्यवस्था उन्हें प्रदान की गई. ഇവർ പുത്രന്മാരെന്നുള്ള സ്ഥാനത്തായിരിക്കേണ്ടവർ ന്യായപ്രമാണം വന്നതോടുകൂടെ ദാസന്മാർ, സ്ലേവ്സ് എന്നുള്ള സ്ഥാനത്തിലേക്ക് അവർ മാറ്റപ്പെട്ടു. അവർക്ക് ദാസന്മാരായി കഴിഞ്ഞപ്പോൾ ചട്ടങ്ങളായി, പ്രമാണങ്ങളായി, യാഗങ്ങളായി, കൽപ്പനകളായി ഒരുപാട് നുകങ്ങൾ അവരുടെ ചുമലിൽ വരികയാണ്. और हम देखते हैं कि पुत्र होने के लिए इन्हें बुलाया तो जरूर गया था, लेकिन प्रभु को छोड़ने के कारण, अन्य देवी देवताओं के पीछे जाने के कारण, मूर्तों की पूजा करने के कारण हम देखते हैं कि ये व्यवस्था के अधीन हो गए. और व्यवस्था के अधीन होने के कारण पुत्र के स्थान पर ये दास बन गए और विभिन्न प्रकार के रीति रिवाजों के अंदर, आचार संहिता के अंदर और व्यवस्थाओं के अंदर इनका जीवन उलझ कर रह गया. ദൈവം പറഞ്ഞു, നിങ്ങളെല്ലാം വിഗ്രഹങ്ങളെ ആരാധിച്ചില്ലേ? ഇനി എൻ്റെ അരികിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഇതാ പ്രമാണങ്ങളുടെ കീഴിൽ നിങ്ങൾ വരികയാണ്. ഇത് ചെയ്യുകയാണെങ്കിൽ നീ ജീവിക്കാൻ പോവുകയാണ്, ചെയ്തില്ലെങ്കിൽ നീ മരിക്കും. വർക്സിലേക്ക് മാറുന്നു, ഫെയ്ത്തിൽ നിന്ന് വർക്സിലേക്ക് മാറുന്നു. और हम देखते हैं कि प्रभु उनसे कहता है कि तुमने मिस्र में मूर्तियों की आराधना की और अब जब तुम मेरे पास में आ रहे हो, अब तुम्हें कार्यों के आधार पर या तुम्हारे कर्मों के आधार पर चीजें होने जा रही है. यदि तुम मेरी सेवा करोगे तो आश्रित होंगे, नहीं करोगे तो श्रापित होंगे. दूसरे शब्दों में विश्वास के स्तर से कर्मों के स्तर पर या कार्यों के स्तर के ऊपर वे आ खड़े हुए. അബ്രഹാമിനോടുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനം എന്താണ്? വിശ്വാസം, ഫെയ്ത്ത്. अब्राहम के साथ में जो वाचा थी, उस वाचा का आधार क्या था? विश्वास था. അബ്രഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടത്? വിശ്വാസത്താൽ. अब्राहम कैसे धर्मी ठहराया गया? विश्वास के द्वारा. ന്യായപ്രമാണം വന്നതോടുകൂടെ വർക്ക്സ് വന്നു. ഇവരെല്ലാം വർക്ക്സ് കൊണ്ട്, ഈ പ്രമാണം കൊണ്ട് ഇത് ചെയ്ത് 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 നീതിമാന്മാരാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരിക്കലും അവർക്കത് കഴിഞ്ഞില്ല. और जैसे ही व्यवस्था आ गई, इन्हें सारी बातें कर्मों के द्वारा या अपने कार्यों के द्वारा करना पड़ा.
और कार्य करते रहे, लेकिन उन कार्यों के द्वारा वे धर्मी नहीं ठहर सके। ഇന്നും നമ്മളെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇപ്പോഴും ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ്. और प्रियो, वर्तमान में भी यदि मैं और आप अपने प्रयासों के आधार पर, कर्म कांडों के आधार पर मसीही जीवन को हम व्यतीत कर रहे हैं, तो हम व्यवस्था के अंतर्गत है. ഒരു കാര്യം മനസ്സിലാക്കുക, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ സകലവും നിവർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞതോടുകൂടെ ന്യായപ്രമാണം അവസാനിച്ചു. और प्रियो, मुझे और आपको यह समझना है, प्रभु यीशु मसीह क्रूस के ऊपर जब वे चढ़े हुए थे, उन्होंने जब वहां पर घोषणा की सब कुछ समाप्त हुआ, उसके द्वारा व्यवस्था का युग वहां पर समाप्त हो गया है. 613 പ്രമാണങ്ങൾ, കൽപ്പനകൾ മോശയുടെ നിയമത്തിനകത്തുണ്ട്. ഈ കൽപ്പനകളെല്ലാം പ്രമാണിച്ചു. ഒരെണ്ണം തെറ്റിച്ചു കഴിഞ്ഞാൽ എല്ലാം തെറ്റിച്ചതിന് തുല്യമാണ്. ഇതെല്ലാം പ്രമാണിച്ചെങ്കിൽ മാത്രമേ ഒരുവൻ പെർഫെക്റ്റായി തീരത്തുള്ളൂ. അവർക്കാർക്കും ഇന്നുവരെ ഒറ്റ യഹൂദനും മോശയുടെ ആ കൽപ്പനകൾ പൂർണ്ണമായിട്ടും പാലിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവരെല്ലാവരും പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. और यहूदियों में लगभग 613 ऐसी व्यवस्थाएं थी जिनका उन्हें पालन करना होता था, और इन 613 व्यवस्थाओं के अंदर में से एक में भी चूक गया, उसका अर्थ सब में चूक गया. परिणाम स्वरूप इन सारे लोगों ने उसमें प्रयास किया, लेकिन कोई भी सफल नहीं हो पाया. हर व्यक्ति पराजित हो गया, सब प्रभु से दूर हो गए. അത് മുഴുവൻ പൂർണ്ണമായിട്ടും നിവർത്തിച്ച ഒരേ ഒരു വ്യക്തി കർത്താവാകുന്ന യേശു ക്രിസ്തു ആകുന്നു. और वे सारी व्यवस्थाओं को पूर्ति किया हुआ एकमात्र व्यक्तित्व प्रभु यीशु मसीह. അതാണ് യേശു പറഞ്ഞത്, സകലവും നിവർത്തിയായി. और इसीलिए यीशु ने क्रूस पर कहा सब कुछ समाप्त हुआ. ന്യായപ്രമാണോടെ അവസാനിക്കുകയാണ്. व्यवस्था वहां पर समाप्त हो रही है. പുതിയ ഉടമ്പടി അവിടെ സ്ഥാപിതമാകുകയാണ്. एक नई वाचा वहां पर लागू हो रही है. യേശു മാനവകുലത്തോട് പറയുന്നു, यीशु मनुष्य जाति से कहता है, ഈ പ്രമാണമൊന്നും നിങ്ങൾക്ക് പാലിക്കാൻ കഴിയത്തില്ല. ये व्यवस्थाओं का पालन तुम नहीं कर सकते. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാലിച്ചിരിക്കുകയാണ്. तुम्हारे निमित्त इन बातों को मैंने पूर्ण कर लिया है. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ മാത്രം മതി. तुम्हें केवल मुझ पर विश्वास करना है, वह विश्वास पर्याप्त है. ദൈവ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. और तुम मुझ पर विश्वास करने के द्वारा परमेश्वर के कुटुंब के अंदर तुम प्रवेश कर पाओगे. ഹല്ലേലൂയ! മഹാ അത്ഭുതമാണ് പുതിയ ഉടമ്പടിയിൽ സംഭവിച്ചിരിക്കുന്നത്. और प्रियो, यह महान अद्भुत बात है जो नई वाचा के अंतर्गत प्रकट हुआ है. ഗലാത്യ ലേഖനം 3:13 മുതലുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ആ ഭാഗങ്ങളിലെല്ലാം വളരെ വ്യക്തമായി ഇതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. 19 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. അത്രയേ ഉള്ളൂ. യേശു വന്നാൽ പിന്നെ ന്യായപ്രമാണമില്ല. और गलातियों की पत्री 3 अध्याय उसके 13वें पद के अंदर 14वें पद में 19वें पद में आप इन बातों को देख सकते. एक और बार 19वां पद में पढ़ो, व्यवस्था तो अपराधों के कारण बाद में दी गई कि उस वंश के आने तक रहे जिसको प्रतिज्ञा दी गई थी. अर्थात जैसे ही वो वंश आया जिसको प्रतिज्ञा दी गई थी, उसके बाद से ये व्यवस्था वहां पर लागू नहीं है. 24-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്തെ ശിശുപാലകൻ എന്ന് വിളിച്ചിരിക്കുന്നു. 25-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം വന്ന ശേഷമോ ഇനി ശിശുപാലകന്റെ കീഴിലല്ല. ശിശുപാലകൻ തീർന്നു. നിനക്കിനി ശിശുപാലകന്റെ കീഴിലാകേണ്ട കാര്യമില്ല. നിനക്ക് പുത്രത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ അത്ഭുത വാതിലാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. और 24वें पद में यदि हम देखें, वहां लिखा है, इसलिए व्यवस्था मसीह तक पहुंचाने के लिए हमारी शिक्षक हुई है कि हम विश्वास से धर्मी ठहरे, परंतु जब विश्वास आ चुका तो हम अब शिक्षक के अधीन न रहे, क्योंकि तुम सब उस विश्वास के द्वारा जो मसीह यीशु पर है परमेश्वर की संतान हो. ആ പരമേശ്വർക്ക് സന്താൻ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. और हम यहाँ देखते हैं कि जब हम
मसीह यीशु पर विश्वास करते हैं, हम परमेश्वर की संतान बन गए। ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ പിടികിട്ടുവാൻ അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു പെന്തക്കോസ് സഭയിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. ഞങ്ങൾ സ്വാഭാവികമായിട്ടും പലതും പ്രവൃത്തിയിലൂടെ, ഒരു നിലയിൽ പറഞ്ഞ പ്രവൃത്തിയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിലാകുന്നതിനാൽ ഞാൻ പുത്രനാകുന്നു എന്നുള്ളത് ഒന്ന് വിശ്വസിക്കുവാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. और यह सीखना या यह प्रकाशन को ग्रहण करना इतना आसान नहीं है। मेरा जन्म एक पिंतीकुस्त परिवार के अंदर हुआ। बाल्यावस्था से उस माहौल में बढ़ने के कारण बहुत सारी चीजों को हम अपने प्रयासों से करते हुए आने के कारण इस प्रकाशन को कि मैं परमेश्वर का पुत्र हूं, उसकी गहराई में स्वीकार करने में भी काफी समय मुझे लगा। എന്തെങ്കിലുമൊക്കെ ചെയ്ത് അച്ചീവ് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോഴും ശ്രമിക്കുന്നവരാകുന്നു നമ്മളെങ്കിൽ നമ്മളിപ്പോഴും ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ്. और प्रियो, हम हमारी उपलब्धियों के आधार पर कुछ बातों को करने के द्वारा, कार्यों के द्वारा हम परमेश्वर को प्रसन्न करने की मानसिकता में है, तो आज भी हम व्यवस्था के अधीनता में ही है। കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറയായിരുന്നു, ഈ മാർത്തയും മറിയയും നോക്കിയാൽ മതി ന്യായപ്രമാണവും ഗ്രേസും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാം. और पिछले दिनों में एक प्रभु के दास बता रहे थे कि मार्था और मरियम, इन दोनों के जीवनों को यदि आप ध्यान से देखोगे तो आप समझ जाओगे व्यवस्था का युग और अनुग्रह का युग, इनका फर्क आपको वहां दिख जाएगा. വർക്ക്സും ഫെയ്ത്തും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും. कार्य और विश्वास के बीच का फर्क वहां समझ में आ जाएगा. യേശു വീട്ടിൽ വന്നപ്പോൾ മാർത്ത അടുക്കളയിൽ കയറി ഭയങ്കര പണിയോടെ പണിഞ്ഞു വ്യാകുലത, ആകുലത, പരാതി, ഇതെല്ലാമാണ് മാർത്തയ്ക്ക് അതിൻ്റെ പരിണതഫലമായിട്ട് കിട്ടുന്നത്. और हम देखते हैं जब यीशु घर में आया, मार्था यीशु के लिए भोजन तैयार कर रही है, वो परिश्रम कर रही है, मेहनत कर रही है, दौड़ दौड़ कर वह कार्यों को कर रही है. परिणाम स्वरूप मार्था को क्या मिला? वह व्याकुल हो गई, वह शिकवा शिकायत करने लगी, वह निराशा की ओर जाने लगी. മാർത്ത അടുക്കളയിൽ ജോലി ചെയ്യുന്നത് യേശുവിന് വേണ്ടിയാണോ അല്ലയോ? मार्था जो भोजन बना रही है वो किसके लिए कर रही है? वो यीशु के लिए कर रही है या किसी और के लिए कर रही है? വളരെ വ്യക്തം, യേശുവിന് വേണ്ടിയാണ് അവൾ ഇത് ചെയ്യുന്നത്. और बिल्कुल स्पष्ट है, वो जो भी कार्य कर रही है वो यीशु ही के लिए कर रही है. പക്ഷേ യേശു തന്നെ അവളോട് പറയുന്നുണ്ട്, മക്കളെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നിന്റെ ഫോക്കസ് എല്ലാം പലതിലേക്ക് പോയിരിക്കുകയാണ്. ഒരു സിംഗിൾ ഫോക്കസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി നീ തീരേണ്ടത് ആവശ്യമാണ്. ഒന്ന് മതി, നീ എന്നിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ മതി. ഇതാ മറിയെ നോക്ക്, മറിയ വന്ന് ഇരിക്കുകയാണ്, കാൽക്കൽ ഇരിക്കുകയാണ്. और हम देखते हैं यीशु मार्था से क्या कह रहे हैं, तू बहुत सारी बातों को लेकर व्याकुल है, तुझे एक ही बात करना है, तेरा ध्यान मुझ पर केंद्रित होना चाहिए. मरियम को देख, वो यहीं पर बैठी है और मुझ पर ही ध्यान लगा रही है. ആ യേശുവിൻ്റെ അരികിൽ വന്ന് ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് റെസ്റ്റിനെ കാണിക്കുകയാണ്. और यीशु के पास में बैठना वही एक विश्राम को बताता है. പുതിയ നിയമപുത്രന്മാരെ, നിങ്ങൾ വളരെ വിശ്രാമത്തിലായിരിക്കുക, റെസ്റ്റ്ഫുള്ളായിരിക്കുക, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല എന്നാണ് മറിയയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. और मरियम के जीवन से हम क्या समझ सकते हैं? नई वाचा के संतान यदि मैं और आप है, हमें अनावश्यक चिंता नहीं करना है. भविष्य के बारे में कैसे क्या होगा, इन सारे व्याकुलताओं में न रहने, व्याकुलताओं में समय न बिताते हुए हम प्रभु के चरणों में बड़े ही शांति से हम बने रह सकते हैं. യേശുവിൻ്റെ അരികിൽ അങ്ങ് ഇരിക്കുക, यीशु के पास में बैठ जाए. യേശു പറഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി, യേശു പറയുന്നവരെ അവിടെ അങ്ങ് ഇരിക്കുക. और जब तक यीशु न बोले तब तक आप वहीं बैठे रहे. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പുത്രത്വവുമായി ബന്ധപ്പെട്ട ഒരു വലിയ മർമ്മമാണ് those who are led by the Spirit of God, these are the sons of God. ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ അവരാണ് പുത്രന്മാർ. और नए नियम के अंदर पुत्रत्व के गहरे भेद को हम देखते हैं.
और बड़ी स्पष्टता से लिखा है, जो परमेश्वर की आत्मा के चलाए चलते हैं वे ही परमेश्वर के पुत्र हैं। ഗലാത്യർ 5:16 പൗലോസ് പറയുന്നുണ്ട് walk in the spirit എന്ന് അവിടെ പറയുന്നത് കാണാൻ കഴിയും. और गलातियों 5:16 में हम देखते हैं आत्मा के अनुसार चलो. ആമേൻ. walk in the spirit എന്ന് പറയുമ്പോൾ തന്നെ, walking എന്ന് വരുമ്പോൾ തന്നെ അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു സിമ്പൽ എന്ന് പറയുന്നത് റെസ്റ്റാണ്. walk in the spirit. ആയാസരഹിതമായിട്ട് walk in the spirit. और आत्मा के अनुसार चलना, आत्मा में चलना, उसका अर्थ क्या है? वहां पर एक विश्राम छिपा हुआ है, क्योंकि आप आत्मा के अनुसार चल रहे हैं. ആമേൻ. ആത്മാവിൽ നടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറിയാം, യേശു ക്രൂശിൽ സകലവും നിവൃത്തിയാക്കിയിരിക്കുക. और आत्मा में जब एक व्यक्ति चल रहा है, वह उस यकीन के साथ में चल रहा है, मुझे जो कुछ करना चाहिए था वह सब यीशु मसीह ने क्रूस पर पूर्ण कर दिया है. എൻ്റെ ചുമതല എന്ന് പറയുന്നത് ആത്മാവിൽ അങ്ങാകുക, ക്രിസ്തുവിൽ അങ്ങാകുക, അങ്ങനെ ആത്മാവിനാൽ അങ്ങ് നയിക്കപ്പെടുക. ഇത് മാത്രമാണ് എൻ്റെ ചുമതല. और मेरी जिम्मेदारी क्या है? केवल यीशु पर विश्वास करना या आत्मा में आ जाना, यीशु में आ जाना, बस यही कार्य मुझे करना है. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുക. और हम प्रार्थना करते हैं, आत्मा में प्रार्थना करो. ഉപവസിക്കുകയാണോ? ആത്മാവിൽ ഉപവസിക്കുക. उपवास करते हैं, आत्मा में उपवास कीजिए. ഇതൊന്നും പ്രവൃത്തിയാകരുത്. പ്രവൃത്തിയായാൽ മാർത്തെ പോലെ ആയിത്തീരും. और यह कोई भी बातें कार्य नहीं बनना है. यदि ये सब कार्य हो गया, हमारा जीवन मार्था के समान हो जाएगा. വിശകലനം ചെയ്ത് നോക്കുക. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, ഒത്തിരി ഉപവസിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോഴും ആ അകത്തുള്ള വെപ്രാളവും വ്യാകുലതയും, നാളെ എന്തായിത്തീരും, മക്കളുടെ കാര്യം എന്തായിത്തീരും, ഈ ഭാരങ്ങളിലാണ് നിങ്ങൾ ഇപ്പോഴും ആയിരിക്കുന്നത്. ആ വെപ്രാളത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ഇതുവരെയും നിങ്ങൾ പുതിയ നിയമത്തിൻ്റെ പുത്രത്വത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. और आप अपना आपका स्वयं विश्लेषण कीजिए. आप प्रार्थना करने वाले व्यक्ति होंगे, उपवास करने वाले व्यक्ति होंगे, लेकिन इन प्रार्थनाओं में, इन उपवासों के अंदर भी आपके अंदर भय है, आपके अंदर व्याकुलता है, भविष्य के बारे में आप चिंतित है, कैसे होगा, क्या होगा, कहां से होगा, कब होगा. इस प्रकार की उधेड़ बुन के अंदर आप पड़े हुए हैं. उसका अर्थ यह है, अभी भी आप आत्मा के अनुसार प्रार्थना नहीं कर रहे. ആമേൻ. റോമാലേഖനം 10:4 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്നതിന്റെ അർത്ഥം ന്യായപ്രമാണം അവസാനിച്ചു. और रोमियो की पत्री 10वां अध्याय उसके 4थे पद में हम देखते हैं, क्योंकि हर एक विश्वास करने वाले के लिए धार्मिकता के निमित्त मसीह व्यवस्था का अंत है. अर्थात मसीह में व्यवस्था समाप्त हो गई. ന്യായപ്രമാണം അവസാനിച്ചുവെങ്കിൽ വർക്ക്സ് അടിസ്ഥാനത്തിൽ ഉള്ള ജീവിതം അല്ലെങ്കിൽ ആത്മീക ജീവിതം അവസാനിച്ചു. ആമേൻ. ന്യായപ്രമാണം അവസാനിച്ചു എങ്കിൽ വളരെ വ്യക്തമാകുന്നു, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാർമ്മികമാകുന്ന കാര്യങ്ങളെല്ലാം അവസാനിച്ചു. और व्यवस्थाओं का अंत वहां पर हो चुका है. उसका अर्थ कार्य आधारित या कर्म कांड आधारित आत्मिकता का अंत वहां पर हो चुका है. ഏറ്റവും പ്രധാനപ്പെട്ടത്, ന്യായപ്രമാണം അവസാനിച്ചുവെങ്കിൽ ദാസൻ അവസാനിച്ചു, ഇനി പുത്രനേ ഉള്ളൂ. और व्यवस्था का अंत हो चुका है. उसका अर्थ क्या है? दास का अंत हो चुका, अब केवल पुत्र है. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ലേവറി മെന്റാലിറ്റി മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. और मैंने पहले बताया ना कि ये जो दासत्व की मानसिकता, इसमें से बाहर निकलना बहुत मुश्किल है. പുത്രത്വത്തെക്കുറിച്ചുള്ള വെളിപ്പാട് സ്വീകരിച്ച് ഞാൻ പുത്രനാകുന്നു എന്നുള്ള ആ ബോധ്യത്തിൽ ജീവിക്കുവാൻ
ആമേൻ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. വിശ്വസിക്കുക. और पुत्रत्व के उस प्रकाशन में जीवन व्यतीत करने के लिए, इस प्रकाशन में बढ़ने के लिए कि मैं पुत्र हूं, हमें प्रार्थना करना है, पवित्र आत्मा हमारी सहायता करेगा। ഗലാത്യ ലേഖനത്തിലേക്ക് നമുക്ക് പോകാം. ഗലാത്യ ലേഖനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. 4-ാമത്തെ അധ്യായത്തിൽ 6-7 വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. നിങ്ങൾ മക്കളാകൊണ്ട് 2 കാര്യങ്ങളോടെ കാണാൻ കഴിയുന്നുണ്ട്. മക്കളെന്ന് പറയുന്നുണ്ട്. ആമേൻ. 7-ാം വാക്യത്തിൽ അവകാശി എന്ന് പറയുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു. और गलातियों की पत्री 4 अध्याय उसका 6 और 7वां पद, और तुम जो पुत्र हो इसलिए परमेश्वर ने अपने पुत्र के आत्मा को जो हे अब्बा हे पिता कहकर पुकारता है हमारे हृदयों में भेजा है, इसलिए तू अब दास नहीं परंतु पुत्र है, और जब पुत्र हुआ तो परमेश्वर के द्वारा वारिस भी हुआ है। यहां पर हम 2 पदों को देखते हैं, पुत्र और वारिस। ആമേൻ. 2 പദങ്ങളൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. യവനായ ഭാഷയുടെ നമുക്ക് കൊണ്ടുവരാം. അവിടെ ഹൂയോസ് എന്ന വാക്കോ അല്ലെങ്കിൽ ഹായോസോ, ഹൂയോസ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഹൂയോസ് എന്ന സണ്ണിന് ഹൂയോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രായപൂർത്തി എത്തിയിരിക്കുന്ന, മാച്യൂരിറ്റിയിൽ എത്തിയിരിക്കുന്ന ആ പുത്രനെയാണ് ആ ഭാഷയിൽ അത് അർത്ഥമാക്കുന്നത്. और पुत्र के लिए हुयोस नामक यूनानी शब्द आया है. उसका अर्थ यह है एक ऐसा पुत्र जो उस उम्र के पड़ाव पर आ पहुंचा है जहां पर वह समझदार हो चुका है, चीजों को समझ पा रहा है. ആ പുത്രൻ പ്രായപൂർത്തിയിലെത്തിയിരിക്കുന്ന ഹൂയോസ് എന്ന പുത്രൻ, ആ പുത്രൻ അവകാശിയാണ്. അവകാശിക്ക് യവനായ ഭാഷയിൽ ക്ലെറോനോമോസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. और वह पुत्र जो समझ पा रहा है, उस परिपक्वता में पहुंचा है, वह वारिस भी है, अर्थात उसके लिए क्लेरोनोमोस नामक शब्द का इस्तेमाल किया गया है. ആ പദത്തിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ വിശദീകരിക്കാൻ കഴിയും. ഇൻ മെസ്സിയാനിക് യൂസേജ്, വൺ ഹൂ റിസീവ്സ് ഹിസ് അലോട്ടഡ് പൊസഷൻ ബൈ റൈറ്റ് ഓഫ് സൺഷിപ്പ്. ആമീൻ. ആ വ്യക്തിയാണ് ക്ലെറോനോമോസ്. അല്ലെങ്കിൽ വേറൊരു വാക്കിൽ പറയുകയാണെങ്കിൽ വൺ ഹൂ ഹാസ് അക്വേർഡ് ഓർ ഒബ്റ്റെയിൻഡ് ദ പോർഷൻ അലോട്ടഡ് ടു ഹിം. ആമീൻ. ദ പോർഷൻ അലോട്ടഡ് ടു ഹിം, ദാറ്റ് ഈസ് ക്ലെറോനോമോസ്. और क्लेरोनोमस उस शब्द का अर्थ इस प्रकार से है, एक व्यक्ति जिसको उसका जो हक है, जो उसके नाम पर है, जब वो व्यक्ति उसे अपने कब्जे में करता है, अपनी अधीनता में करता है, वह उस शब्द की परिभाषा के अंतर्गत आता है. അവൻ അലോട്ട് ചെയ്തിരിക്കുന്ന ഇൻഹെറിറ്റൻസസ്, അവൻ പൊസഷൻസ് അവൻ്റേതാക്കി തീർക്കുമ്പോഴാണ് അവൻ ക്ലെറോനോമോസ് ആയിത്തീരുന്നത്, അവകാശിയായിത്തീരുന്നത്. और जो बातें उसके हक में है, जब वो बातों को अपने कब्जे में लेता है, अपने अधीन वो करता है, उस समय वो वारिस बन जाता है. അപ്പോൾ എല്ലാ പുത്രന്മാരും ക്ലെറോനോമോസ് ആകണമെന്നില്ല. പുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അവകാശമാക്കാതെ തനിക്കുള്ളതാക്കാതിരിക്കുന്ന ഒരു വ്യക്തി പുത്രനാണെങ്കിൽ പോലും ക്ലെറോനോമോസ് അല്ല. और आपको समझना है, हर पुत्र वारिस नहीं बन पा रहा. आप कह रहे हो मैं पुत्र हूं, लेकिन जो आपके हक का है उसको आपने आपके अधीनता में नहीं किया, अपने कब्जे में नहीं किया, तो आप पुत्र ही बने रहोगे, आप वारिस नहीं बन पाओगे. ഇനി ശ്രദ്ധിച്ചോണം, അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ അവിടെ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പനൊരു കാര്യം പറയുന്നു. 31-ാം വാക്യത്തിൽ അപ്പനൊരു കാര്യം പറയുന്നുണ്ട്. और लूका रचित सुसमाचार उसके 15वें अध्याय में पिता और पुत्र के उस रिश्ते के बारे में हम कुछ बातों को वहां पर देख पाते हैं. അവിടെ അപ്പം പറയുന്നത് 31-ാമത്തെ വാക്യത്തിൽ അപ്പം പറയുന്നത് എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. और लूका रचित सुसमाचार 15वें अध्याय उसके 31वें पद में देखते हैं, पिता कहता है जो कुछ मेरा है वह सब तेरा ही है. ഓ, ഇതുവരെ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് ഇത് വെളിപ്പെട്ട് കിട്ടട്ടെ. ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാകുന്നു. और प्रियो, यदि अभी तक ये प्रकाशन आपको नहीं मिल पाया है, आज रात को ये प्रकाशन आपके अंदर उतर जाने पर यहोवा परमेश्वर कह रहा है जो कुछ मेरा है वह सब तेरा ही है. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി വരാൻ പോകുന്ന പുത്തൻ യെരുശലേമിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുന്നുണ്ടേ നമുക്കാർക്കും ലൈക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ 20 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു കെട്ടിടമുണ്ട്. അതുപോലെയല്ല പുത്തൻ യെരുശലേമിൽ നമ്മൾ ചെല്ലുമ്പോൾ. പുത്തൻ യെരുശലേം മുഴുവൻ നമ്മുടേതാണ്.
और जब मैं और आप उस नए यरूशलेम में पहुंचेंगे, वहां पर जैसा आज हम इस संसार में रहते हैं, हमारी एक जमीन का टुकड़ा होता है, उस पर एक मकान होता है, ऐसा नहीं। लेकिन नए यरूशलेम के अंदर जब हम जाते हैं, वो पूरा नया यरूशलेम वो मेरा और आपका रहेगा। അവിടെ വരെ പോകേണ്ട, ഇപ്പോഴുള്ള പ്രായോഗിക ജീവിതത്തിൽ ഇതൊന്ന് മനസ്സിലാക്കിയേ. അപ്പൻ പറയുന്നത് എനിക്കുള്ളതെല്ലാം മോനെ നിനക്കുള്ളതാണ്. और प्रियो, वहां तक जाने की भी जरूरत नहीं। वर्तमान में प्रायोगिक स्तर पर इस पद को आप जरा अपने अंदर उतारिए। पिता क्या कह रहा है? जो कुछ मेरा है वह सब तेरा ही है। ഈ ക്ലെറോനോമോസ് എന്നുള്ളത് യവനായ ഭാഷ, അതിൻ്റെ എബ്രായ ഭാഷ എടുക്കുകയാണെങ്കിൽ യാറേഷ് എന്നൊരു വാക്കാണ്. യാറേഷിൽ ടു ഓക്യുപ്പൈ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ബൈ ഡ്രൈവിങ് ഔട്ട് പ്രീവിയസ് ടെനൻസ് ആൻഡ് പൊസസിങ് ഇൻ ദെയർ പ്ലേസ്. പഴയ ടെനൻസിനെ പുറത്താക്കിയിട്ട് പിടിച്ചെടുക്കുന്നതാണ് യാറേഷ്, അവകാശി. और इब्रानी भाषा में वारिस के लिए यारेश नामक एक शब्द का इस्तेमाल किया है, और उस शब्द का मूल अर्थ इस भाव से आता है कि जिन लोगों ने उस हक को अपने कब्जे में कर रखा था, उन लोगों को वहां से हटा करके उस स्थान को पुनः अपने कब्जे में करना, ऐसा एक भाव वहां पर आता है. നീ ഇപ്പോഴും നിൻ്റെ അവകാശങ്ങൾ പിടിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു ക്ലെറോനോമോസ് ആയിട്ടില്ല, നീ ഒരു യാറേഷ് ആയിട്ടില്ല. ഇന്ന് രാത്രിയിലെങ്കിലും ഈ ശബ്ദം കേൾക്കുമ്പോൾ നിൻ്റെ അവകാശങ്ങളുടെ പുറത്ത് ഏതെങ്കിലും അന്യായ ടെനൻസ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ അടിച്ചു പുറത്താക്കിയിട്ട് നിൻ്റെ അവകാശത്തെ നീ സ്വന്തമാക്കുക. यदि अभी तक आपने जो आपके हक में है उन बातों के ऊपर आपने कब्जा नहीं किया है, आज रात जब इस वचन को आप सुन रहे हैं, उन सारे घुसपैठियों को जिन्होंने आपके हक के ऊपर कब्जा करके बैठे हैं, उन्हें भगाकर उन बातों को आप आपके कब्जों में कर लीजिए. ഈ പുത്രത്വം നേരിടുന്ന ചില സംഘർഷങ്ങളുണ്ട്. ആ സംഘർഷങ്ങളിൽ ഒന്നാണ് ശിശുവായി തുടരുക എന്ന് പറയുന്നത്. और पुत्रत्व के उस प्रकाशन में हमें बढ़ने से रोकने के लिए कई प्रकार की चुनौतियां हमारे सम्मुख आती है. उसमें से एक है, हम हमेशा बालक बने रहते हैं. ശൈശവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ശൈശവത്തിലൂടെ കടന്നുപോയാണ് പുത്രത്വത്തിലേക്ക് നമ്മൾ, മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. और बाल्यपन जरूरी है, वहां से हम धीरे धीरे बढ़कर सिद्धता की ओर या एक समझदारी की उम्र की ओर हम बढ़ते हैं. എന്നാൽ ചിലരുണ്ട് വളരാത്ത പുത്രന്മാർ, എത്ര വചനം കേട്ടിട്ടും വളരാത്ത പുത്രന്മാർ. लेकिन कुछ ऐसे भी पुत्र हैं, वचन बराबर सुन रहे हैं लेकिन वे बढ़ नहीं रहे, हमेशा बालक के स्तर पे रह रहे हैं. എബ്രായ ലേഖനം 5:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. എത്ര വചനം കേട്ടിട്ടും വളരാത്ത പുത്രന്മാർ. और इब्रानियों की पत्री 5वें अध्याय उसके 12वें पद से यदि हम देखते हैं, वहां पर हम देखते हैं कि दूध पीने वाले बच्चे, उस शब्द से उनका परिचय किया गया है कि वचन बहुत सुन रहे हैं लेकिन उनकी हालात दूध पीने वाले बच्चों के समान ही है. എത്ര വചനം കേട്ടിട്ടും പാപത്തെ ഇപ്പോഴും ജയിക്കാൻ കഴിയാത്ത പുത്രന്മാർ. और वचन बहुत सुन रहे हैं लेकिन अभी भी पाप पर जय नहीं प्राप्त कर पा रहे. എത്ര വചനം കേട്ടിട്ടും ഇന്നും ബന്ധനമാണ് ബന്ധനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുത്രന്മാർ. और वचन बहुत सुन रहे हैं लेकिन आज भी एक ही बात कह रहे हैं, बंधन है, समस्याएं हैं. വളരാത്ത പുത്രന്മാരായിട്ട് തുടരുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവവചനം സ്വീകരിക്കുക, കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കണം, പാല് കുടിച്ചുകൊണ്ടിരിക്കരുത്. കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ നീ മാച്യൂരിറ്റിയിലേക്ക് വരുവാൻ പോകുന്നു, നീ പുത്രത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. दूध पीने वाले बच्चे के स्तर पर हमेशा आप बने न रहिए, आपका स्तर बदलना है. अन्न खाने के स्तर के अंदर, एक बढ़ोतरी के स्तर के अंदर मुझे और आपको आगे बढ़ना अनिवार्य है. മറ്റൊരു കൂട്ടരുണ്ട്, വഷളായി പോകുന്ന പുത്രന്മാരുണ്ട്. दूसरा एक समूह है जो बिगड़े हुए पुत्र के नाम से हम कह सकते हैं. ഈ വഷളായി പോകുന്ന പുത്രന്മാർ പുത്രത്വത്തിൽ വന്നതാണ്. അവർ ക്ലെറോനോമോസ് ആയി തീർന്നു, അവകാശങ്ങളെല്ലാം പൊസസ് ചെയ്തവരാണ്. और ये बिगड़े हुए पुत्र कौन है? जो पुत्र भी बन गए, वारिस भी बन गए और चीजों को अपने हक में भी कर लिया. എന്നാൽ അതിനുശേഷം
വഷളായിപ്പോയവരാണ്, വഴിമാറിപ്പോയവരാണ്, ലക്ഷ്യം മാറിപ്പോയവരാണ്. लेकिन उसके बाद में वे मार्ग से भटक गए, उनका जीवन यात्रा का मकसद कुछ और हो गया, गलत दिशाओं में वे चले गए. ജൂദാസ് അതിനൊരു ഉദാഹരണമാകുന്നു. അവൻ്റെ കൈ പണസഞ്ചി ഉണ്ട് എന്നതുപോലെ ഈ പുത്രത്വത്തിലേക്ക് ക്ലെറോനോമോസ് ആയിരിക്കുന്നവർക്ക് ഫേവർ ഓഫ് ഗോഡ് ഉണ്ട്. അവരുടെ മേൽ എല്ലാ നിലയിലുമുള്ള അഭിവൃദ്ധി ഉണ്ടാകും. ആ അഭിവൃദ്ധി ചിലരെ തെറ്റിച്ചു കളഞ്ഞു. और हमें समझना है, यहूदा जो पुत्र था, वारिस के पद तक भी पहुंचा, उसके हाथ में धन था, लेकिन वह प्रभु से दूर चला गया. प्रियो, हमें समझना है, जब हम वारिस बनते हैं, बहुत सारी बातें परमेश्वर हमारे हाथों में देता है. हमारे पास में प्रभु का फेवर जो है हमारी ओर बना रहता है. परिणाम स्वरूप संभावना है कि हम वहां पर फिसल जाए और गलत दिशा में हम चले जाए. പുത്രത്വത്തിന്റെ വെളിപ്പാടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ എല്ലാ മേഖലകളിലും നീ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത അഭിവൃദ്ധി കർത്താവ് അയക്കുവാൻ പോകുകയാണ്. और आप पुत्रत्व के प्रकाशन में जब कदम रखते हैं, आपके लिए परमेश्वर ऐसी उन्नति के रास्तों को खोलता है जिसके बारे में आपने स्वप्न में भी नहीं सोचा होगा. പക്ഷേ അവിടെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നഗളം അകത്ത് കയറരുത്. लेकिन वहां पर हमें सावधान रहना है, घमंड हमारे अंदर नहीं आना है. ദ്രവ്യാഗ്രഹം അകത്ത് കയറരുത്. धन का लोभ हमारे अंदर नहीं आना है. ലോകസ്നേഹം അകത്ത് കയറരുത്. संसार का प्रेम हमारे अंदर नहीं आना है. ഈ മുടിയനായ പുത്രന് സംഭവിച്ചത് എന്താണ്? അവന് പൊസഷൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ഇൻഹെറിറ്റ് ചെയ്തു. അവൻ ക്ലെറോനോമസ് ആയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫെലോഷിപ്പ്, അവന് കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിച്ചത് ആരോടാണ്? ലോകത്തിലുള്ളവരോട്, വേശ്യമാരോട്, മദ്യപാനികളോട്. അവന് ലഭിച്ച അപ്പൻ്റെ പൊസഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അവൻ ലോകത്തിൽ കൂട്ടുകെട്ടുണ്ടാക്കി. और जब हम उड़ाऊ पुत्र के बारे में देखते हैं, पिता ने उसको उसका हक दे दिया. अब इस पुत्र ने क्या किया? उस हक को लेकर उसने किसके साथ में संगति की? संसार के साथ में, अपने मित्रों के साथ में, वेश्याओं के साथ में, मदिरालयों में, गलत चीजों में उसने उस संपत्ति को जो पिता ने उसे प्रदान की थी, उसे उसने बर्बाद कर दिया. വഷളായി പോകുന്ന പുത്രന്മാരുണ്ട്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വളരാത്ത പുത്രന്മാരായി തുടരരുത്, ശിശുക്കളായി തുടരരുത്, വഷളായി പോകുകയും ചെയ്യരുത്. എൻ്റെ പുത്രത്വത്തിൽ നീ നിൽക്കുകയാണെങ്കിൽ നിന്നെയാണ് എനിക്ക് ഈ അന്ത്യകാല ഉണർവിന് ആവശ്യമായിരിക്കുന്നത്. आज रात जितने लोग इस सभा में जुड़े हुए हैं, हम आपसे कहना चाहेंगे, दूध पीने वाले बच्चे के स्तर पर आपको हमेशा बने नहीं रहना है. दूसरी ओर, आप यदि वारिस है, आपको बिगड़ना नहीं है, दुनिया की बातों में आपको नहीं जाना है. जो व्यक्ति अपने आप को बनाए रहेगा, बचाए रहेगा, ऐसे वारिसों को परमेश्वर अंत की जागृति में इस्तेमाल में लेगा. ആമേൻ. ഞാൻ മുന്നോട്ട് പോകട്ടെ. അങ്ങനെയെങ്കിൽ ഈ ഇൻഹെറിറ്റൻസസ്, ദൈവത്തിൻ്റെ വചനത്തിലുള്ള ആ അവകാശങ്ങളെ കുറിച്ചുകൂടെ പെട്ടെന്ന് ഞാൻ പറയുകയാണ്. और यदि ऐसा है तो जो लोग वारिस होते हैं उनको मिलने वाली मिरास के बारे में भी मैं कुछ बातें आपको जल्दी से बताकर आगे बढ़ूंगा. മത്തായി 19:29 നമുക്ക് കാണാൻ കഴിഞ്ഞു, ഇറ്റേണൽ ലൈഫ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. സാൽവേഷൻ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്നു. और मत्ती रचित सुसमाचार 19वें अध्याय के अंदर उसके वर्ष 19:29 19 का 29 में हम देखते हैं, अनंत जीवन का अधिकारी होगा, ऐसा हम पाते हैं. അവിടെ ആ ഇറ്റേണൽ ലൈഫ്, സാൽവേഷൻ എന്നുള്ള അതാണ് ഏറ്റവും വലിയ ഒരു അവകാശം നമുക്ക് ലഭിക്കുന്നത്. ആമേന്. ആ അവകാശം, അവിടെ സാൽവേഷൻ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന, മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിന് അനേകം അർത്ഥങ്ങളുണ്ട്. സൗണ്ട് മൈൻഡ് എന്നുള്ള അർത്ഥമുണ്ട്, സെക്യൂരിറ്റി എന്ന അർത്ഥമുണ്ട്, പ്രിസർവേഷൻ എന്ന അർത്ഥമുണ്ട്, ആമേന് സേഫ്റ്റി എന്ന അർത്ഥമുണ്ട്, ഡെലിവറൻസ് എന്ന അർത്ഥമുണ്ട്, ഹോൾനെസ് എന്ന അർത്ഥമുണ്ട്. और हम देखते हैं मत्ती 19 उसके 29 के अंदर जिस विरासत के बारे में, जिस मिरास के बारे में लिखा है, वह है अनंत जीवन का अधिकारी. प्रियो, जो उद्धार का अनुभव हमें मिलता है, उस उद्धार के अनुभव के अंदर हमारी सुरक्षा है, हमारा हक वहां पर है, परमेश्वर का प्रबंध वहां पर छिपा हुआ है, एक संपूर्णता वहां पर छिपी हुई है.
നീ വളരെ സേഫാണ് കേട്ടോ. അല്പം പോലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ഭാവിയെക്കുറിച്ച് ഒന്നും നീ വ്യാകുലപ്പെടേണ്ട. നീ സേവ്ഡ് ആണെന്നുണ്ടെങ്കിൽ നീ സേഫ് ആകുന്നു. നീ സേവ്ഡ് ആണെന്നുണ്ടെങ്കിൽ നീ ഡെലിവേർഡ് ആകുന്നു. और यदि आपने उद्धार पाया है, आप सुरक्षित हो, आपको व्याकुल नहीं होना है, कल के बारे में सोच सोचकर आपको परेशान नहीं होना है. आप उद्धार पाए हो, आप सुरक्षा के कवच के अंदर हो, आप प्रभु के द्वारा छुटकारा पाए हुए लोग हो. സേവ്ഡ് ആയിട്ടുള്ളവർക്കാണ് എഫേസ്യർ 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു വന്ന് 3-ാം വാക്യത്തിൽ പറഞ്ഞു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും, ഓൾ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. സേവ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഓൾ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണ്. और जिन्होंने उद्धार पाया है उनके लिए इफिसियों की पत्री पहले अध्याय के अंदर उसके 3 वचन में जो सब प्रकार की आत्मिक आशीषों के बारे में कहा गया है, वे सारी आत्मिक आशीषें उन लोगों के लिए है जिन्होंने उद्धार को पाया है. നീ ജസ്റ്റിഫൈഡ് ആയിരിക്കുന്നു, നീ ഫൊർഗീവൺ ആയിരിക്കുന്നു, നീ മെയ്ഡ് റൈച്ചസ് ആയിരിക്കുകയാണ്, നീ സാങ്ക്ടിഫൈഡ് ആയിരിക്കുകയാണ്. നിന്റെ രക്ഷയുടെ അഷ്വറൻസ് കർത്താവ് നിനക്ക് തരുന്നു. അങ്ങനെ ഓൾ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. और हम देखते हैं सब प्रकार की आत्मिक आशीषें. तू धर्मी ठहराया गया है, तुझे पाप की क्षमा मिल चुकी है, तुझे लेपालक पुत्र बनाया गया है, तू पवित्र हो चुका है, तू निर्दोष हो चुका है. ये सारी बातें आत्मिक आशीषों के अंदर नहीं थे. ഇത് മുഴുവൻ ഇൻഹെറിറ്റ് ചെയ്യുന്നതാ ഒരു ക്ലെറോനോമോസ്. ഇൻഹെറിറ്റ് ചെയ്യണം, ഇതങ്ങ് നിന്റേതാക്കണം. നിന്റേതാക്കുമ്പോഴാണ് നീ ക്ലെറോനോമോസ് ആയി. और इन सारी बातों को जब आप अपना बना देते हैं, आप वारिस बन जाते हैं. നീതിബോധത്തിൽ ഇന്നും ജീവിക്കുവാൻ കഴിയുന്നില്ല, ഇന്നും പാപബോധത്തിൽ ജീവിക്കുന്നവർ ക്ലെറോനോമോസ് ആയിട്ടില്ല. നിന്നെ കർത്താവ് നീതിമാനാക്കിയിരിക്കുകയാണ്. നീ നീതിബോധത്തിൽ ജീവിക്കുകയും നീതിമാനായി ജീവിക്കുകയും ചെയ്യണം. और प्रियो, हमें ये समझना है कि मैं प्रभु के द्वारा धर्मी ठहराया गया हूं. अगर हम अभी भी पाप की मानसिकता के साथ में कि मैं एक पापी हूं, उस मानसिकता के साथ में जीवन व्यतीत कर रहे हो, आप वारिस नहीं हो सकते. वारिस कौन है? जो ये कहता है मैं धर्मी ठहराया गया हूं और उस धर्मी की जीवन शैली में मैं जीवनों को व्यतीत करता हूं. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ നീ പുത്രനാണെങ്കിൽ യാചനയല്ല ഗർജനമാ നിന്നിൽ നിന്നും മുഴങ്ങേണ്ടത്. और पिछले सप्ताह जैसे प्रभु के दास ने कहा, यदि तू पुत्र है, तेरे मुख से विनती नहीं, दोहाई नहीं, लेकिन गर्जना अधिकार के शब्द प्रकट होना है. മറ്റൊരു കാര്യം നീ ഇൻഹെറിറ്റ് ചെയ്യുന്നത് മത്തായി 25:34 കിങ്ഡം ഓഫ് ഗോഡ് നീ ഇൻഹെറിറ്റ് ചെയ്യുക. और मत्ती 25:34 के अंदर हम देखते दूसरा एक बात जो आपको पाना है, वह है परमेश्वर का राज्य. ഈ പുത്രനാണെങ്കിൽ എന്താ പറയുന്നത്? ദൈവരാജ്യം എന്റേതാണെന്നാ പറയുന്നത്. और यदि तू पुत्र है तो तू क्या कहता है? परमेश्वर का राज्य मेरा है. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിന്നെ ഇതിനകത്തൊരു രാജാവാക്കി കർത്താവ് മാറ്റിയിരിക്കുകയാണ്. उसका अर्थ क्या है? परमेश्वर ने तुझे इसके अंदर एक राजा बनाया है. അതിന്റെ അർത്ഥം നല്ല മലയാളത്തിൽ പറയുമ്പോൾ അധികാരമുണ്ട് നിനക്ക്. നീ വാ തുറന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ നിന്റെ ചുറ്റും സൈന്യമുണ്ട്, ഏഞ്ചൽസ് ഉണ്ട്. उसका अर्थ क्या है? आपके पास में अधिकार आपको दिया गया है. यदि आप विश्वास करके अधिकार के साथ में आप घोषणा करोगे, उन बातों को पूरा करने के लिए आपके पास में स्वर्गदूत है, आपके शब्दों में अधिकार है. ഞാൻ ഇന്ത്യക്കാരനാണെങ്കിൽ പോലും എനിക്ക് ഇന്ത്യ എൻ്റേതാണെന്ന് പറയാൻ, ആ നിലയിൽ ഇന്ത്യ മുഴുവൻ എൻ്റേതാണെന്ന് പറയാൻ എനിക്ക് കഴിയത്തില്ല. ഞാൻ ഇന്ത്യക്കാരനാണ്. പക്ഷേ കിങ്ഡത്തിൽ നീ വരുന്നുണ്ട്. കിങ്ഡത്തിൻ്റെ പ്രത്യേകതയാണ് കിങ്ഡം ഓഫ് ഗോഡ് എൻ്റേതാകുന്നു. നീ അതിനകത്ത് കിങ് ആകുന്നു. കിങ് ആകുന്നുവെങ്കിൽ നിനക്ക് അധികാരമുണ്ട്. നീ കിങ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ചുറ്റും സൈന്യമുണ്ട്. സൈന്യമുണ്ടെങ്കിൽ നീ അധികാരമുള്ള വ്യക്തിയാണ്. അധികാരമുള്ള വ്യക്തി പറഞ്ഞാൽ സൈന്യം അത് നടപ്പിലാക്കാൻ പോകുകയാണ്. और मैं और आप भारत के रहने वाले हैं, लेकिन हम ये नहीं कह सकते कि ये सब हमारा है, हम यहाँ पे राज्य करते हैं. हम ऐसा नहीं कह सकते. लेकिन जब बात परमेश्वर के राज्य की आती है, प्रियो, मैं और आप जब परमेश्वर के राज्य में है, परमेश्वर का राज्य हमारा है और प्रभु का राज्य हमारा होने के नाते मैं और आपके पास में एक अधिकार है.
और जब मेरे और आपके पास में अधिकार है, हम जब बोलेंगे वे बातें वहां पर प्रभावशाली होगी, वे बातें वहां पर लागू होगी और दूतगण उन बातों को पूरा करने के लिए हमारी बातों में, हमारे अधीनता में वे कार्य करते हैं। എഫേസ്യർ 1:11-1:18 ഈ രണ്ട് വാക്യങ്ങളിൽ ഗ്ലോറി ഇൻഹെറിറ്റ് ചെയ്യുന്നവരാണ് പുത്രന്മാർ. और इफिसियों की पत्री 1:11 और 1:18 के अंदर हम देखते हैं कि महिमा का जो धन है या महिमा को ग्रहण करने वाले हैं परमेश्वर के पुत्र, ऐसा हम देख पाते हैं. ഇതൊരു ഗ്ലോറി റിവൈവൽ കൂടിയാണ് വരാൻ പോകുന്നത്. അത് പുത്രന്മാരുടെ റിവൈവൽ ആയതുകൊണ്ടാണ്. കാരണം പുത്രന്മാർ പോകുമ്പോഴാണ് ഗ്ലോറി, പുത്രന്മാർ ഗ്ലോറി വഹിക്കുന്നവരാണ്. और प्रियो, यह महिमा की एक जागृति है. महिमा कब प्रकट होती है? जब पुत्र लोग चलायमान होते हैं. पुत्रों के प्रकट होने पर परमेश्वर की महिमा प्रकट होती है. വീണ്ടും മറ്റൊരു ഇൻഹെറിറ്റൻസ് 1 പത്രോസ് 1:4 പറയുന്നുണ്ട്, ഇൻഹെറിറ്റൻസ് റിസർവ്ഡ് ഇൻ ഹെവൻ. അപ്പൊ സ്വർഗത്തിൽ നിനക്കൊരു അവകാശം കർത്താവ് റിസർവ് ചെയ്തു വെച്ചിരിക്കുകയാണ്. और पहला पत्रस 1:4 के अंदर हम देखते हैं एक अविनाशी, निर्मल और अजर मिरास के लिए जो तुम्हारे लिए स्वर्ग में रखी है. उसका अर्थ स्वर्ग में हमारे लिए एक मिरास रखी हुई है. അപ്പൊ സ്വർഗത്തിൽ റിസർവ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഇൻഹെറിറ്റൻസ് എന്താണ്? 2 പത്രോസ് 1:4 അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഡിവൈൻ നേച്ചർ. സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ പിന്നെ നമ്മുടെ ഈ ഭൂമിയിൽ എത്ര ക്രിസ്തുവിനെ പോലെ ആകുന്ന വ്യക്തിയിലും അല്പം പല പഴയ സ്വഭാവങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കിടക്കും. പക്ഷെ അതൊന്നുമില്ലാതെ 100% 100% പെർഫെക്റ്റ് ആയിട്ട് ജീസസ് ക്രൈസ്റ്റിനെ പോലെ ആകുന്ന ആ ഇൻഹെറിറ്റൻസ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ. और प्रियो, स्वर्ग में वह मिरास जो मेरे लिए और आपके लिए सुरक्षित कर रखी है, वह मिरास क्या है? दूसरा पत्रस 1:4 में हम देखते हैं ईश्वरीय स्वभाव के संभागी होने की बात. अर्थात जब मैं और आप इस संसार में रहते हैं, कहीं न कहीं हम चूक जाते हैं, लेकिन प्रियो, यदि मैं और आप प्रभु में बने रहेंगे, स्वर्ग में हमारे लिए वह मिरास सुरक्षित रखी है और वहां पर हम ईश्वरीय स्वभाव के संभागी बन जाएंगे. जैसा मसीह है वैसा हम भी वहां पर रह पाएंगे. അവിടെ അത് റിസർവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും. എങ്ങനെ? ഹോളി സ്പിരിറ്റിലൂടെ. ഹോളി സ്പിരിറ്റിൽ വീണ്ടും നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഡിവൈൻ നേച്ചറിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും. അതെൻ്റെ ഇൻഹെറിറ്റൻസ് ആണ്. और प्रियो, वहां पर स्वर्ग में हमारे लिए वह बातें सुरक्षित रखी होने के कारण वर्तमान में पवित्र आत्मा की सहायता के द्वारा उस ईश्वरीय स्वभाव को मैं और आप प्रदर्शित कर सकते हैं. क्यों? क्योंकि वह हमारी मीरास है और हम उसके वारिस है. इसलिए वह स्वभाव हम में प्रकट होना है. ആമേൻ. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു അനുഗ്രഹമാണ്, മറ്റൊരു ഇൻഹെറിറ്റൻസ് ആണ്. 1 പത്രോസ് 3:9 കാണാൻ കഴിയുന്നു. നമ്മൾ ബ്ലെസ്സിങ് ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട്. और पहला पत्रस 3:9 के अंदर हम देखते हैं तुम आशीष के वारिस होने के लिए बुलाए गए हैं. प्रियो, मैं और आप आशीष के वारिस होने के लिए बुलाए गए हैं. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹം എന്ന് പറയുമ്പോൾ അത് പല നിലകളിൽ അനുഗ്രഹത്തെ നമുക്ക് വിശദീകരിക്കുവാൻ കഴിയും. ആമേൻ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ആമേൻ. എൻ്റെ മനസ്സ് തന്നെ അനുഗ്രഹം എന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് തന്നെയാണ്. और प्रियो, जब मैं और आप आशीष बात कहते हैं, उस आशीष पद के अंदर बहुत सारी चीजें छिपी हुई है. वो हमारे मन की एक स्थिति ही हो जाती है. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനേകരുടെ ഹൃദയത്തിനകത്ത് ഇപ്പോഴും ശാപം വരുന്നു, ഭൂതം വരുന്നു, പ്രേതം വരുന്നു. ഈ ഒരു ഭയത്തിലാണ് അവരുടെ മനസ്സിപ്പോഴും ആയിരിക്കുന്നത്. और बहुत सारे लोगों के अंदर वर्तमान में अलग अलग रीति का भय है. श्राप आ रहा है, भूत आ रहा है, प्रेत आ रहा है, दुष्ट आत्मा आ रहा है. इस भय में जीवन को व्यतीत कर रहे हैं. ഞാൻ ആന്തരിക സൗഖ്യം പഠിപ്പിക്കുന്ന വ്യക്തിയാകുന്നു. അതിനകത്ത് ശാപവിമുക്തി എന്നുള്ള ഒരു ഭാഗം ഞാൻ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, പുതിയ ഉടമ്പടിയുടെ കീഴിൽ ശാപമില്ല.
और मैं आंतरिक चंगाई उस विषय को सिखाता हूं और वहां पर श्रापों के बारे में भी मैं बताता हूं। लेकिन प्रियो, नई वाचा के अंतर्गत जो प्रकाशन हमारे पास में होना है वह है, नई वाचा में श्राप है ही नहीं। ന്യായപ്രമാണത്തിന്റെ പരിണത ഫലമാണ് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 28 പറഞ്ഞിരിക്കുന്ന ശാപങ്ങൾ. और व्यवस्था का परिणति फल है व्यवस्था विवरण 28वें अध्याय में बताए गए श्राप। നിനക്കത് ബാധകമല്ല. आप पर वे लागू नहीं है। നിന്റെ അപ്പൻ അപ്പൂപ്പന്മാരുടെ ശാപം നിന്റെ മേൽ വരത്തില്ല. तेरे माताओं का, पिताओं का, पुरखाओं का श्राप तुझ पर नहीं आ सकता। പക്ഷേ ഇന്നും പലരിലും അത് കാണുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ശിശുവായി തുടരുന്നതുകൊണ്ട്. लेकिन वर्तमान में बहुत तेरे लोगों श्राप के अधीन क्यों है? क्योंकि वे अभी भी दूध पीने वाले बच्चों के समान जीवन यापन कर रहे हैं। ശിശു ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിശുപാലകന്മാർ ഇതിന്റെ മുകളിൽ വരും, ഗാർഡിയൻസിന്റെ മുകളിൽ വരും. ഗാർഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആണ് ഗാർഡിയൻ. ശിശുവിനെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ ഗാർഡിയൻ ലോ വരേണ്ടത് ആവശ്യമാണ്. ലോ വന്നാൽ ശിശുവിന്റെ മേൽ ശാപമുണ്ട്. और यदि आप बालक के समान, दूध पीने वाले बच्चे के समान जीवन यापन कर रहे हैं तो आपके ऊपर शिक्षक नियुक्त किए जाएंगे। शिक्षक कौन? व्यवस्था। और जहां पर व्यवस्था है वहां पर श्राप भी लागू हो जाता है। എന്നാൽ നീ പുത്രത്വത്തിലേക്ക് വളരുക എന്നതാണ് ശാപത്തെ തകർക്കുവാനുള്ള ഉപാധി. लेकिन प्रियो, श्राप को आप कैसे निरस्त कर सकते हैं, उसे कैसे हटा सकते हैं? जैसे जैसे आप पुत्रत्व के प्रकाशन के अंदर आप बढ़ते जाते हैं वैसे वैसे श्राप से आप बाहर निकल जाते हैं। ഞാൻ ശാപം പൊട്ടിച്ചാൽ നിങ്ങളുടെ ശാപം പൊട്ടത്തില്ല. പക്ഷേ നിങ്ങൾ പുത്രത്വത്തിലേക്ക് കയറുകയാണെങ്കിൽ ശാപത്തിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. और मैं आपका श्राप हटाने का प्रयास करूं, आपका श्राप टूटेगा नहीं। लेकिन प्रियो, जब आप पुत्रत्व के प्रकाशन के अंदर कदम रखोगे आपका जीवन श्राप रहित हो जाएगा। പ്രിയമുള്ളവരെ, മനസ്സിലാക്കി, നീ പുതിയ ഉടമ്പടിയുടെ കീഴിലാകുന്നുവെങ്കിൽ നീ അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണ്. प्रियो, आपको समझना है, यदि आप नई वाचा के अंतर्गत है, आप आशीष के वारिस होने के लिए बुलाए गए हैं। ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതെന്താണ്? വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ നിർവചനങ്ങൾ നിങ്ങൾ കണ്ടെത്തിക്കൊള്ളുക. ഞാനൊരു നിർവചനം പറഞ്ഞല്ലോ, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ഐ ആം ബ്ലെസ്ഡ്. എനിക്ക് ഇവിടെ സമ്പത്തുള്ളത് കൊണ്ടോ വീടുള്ളത് കൊണ്ടോ കാറുള്ളത് കൊണ്ടോ ഒന്നും അല്ല. നോ 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 നോ, അതുണ്ടേലും ഇല്ലേലും ഐ ആം ബ്ലെസ്ഡ്. और प्रियो, यह हमारे मन की एक स्थिति है कि मैं आशीषित हूं, मैं आशीष का वारिस होने के लिए बुलाया गया हूं। इस संसार में मकान होने के कारण नहीं, गाड़ी होने के कारण नहीं, नौकरी होने के कारण नहीं। अगर ये हो तो भी ठीक, नहीं हो तो भी कोई फर्क नहीं पड़ता। हमारे मन की, हमारे मुख की घोषणा होना है, मैं आशीष का वारिस होने के लिए बुलाया गया हूं। അങ്ങനെയുള്ളവർക്കാണ് ഒരു വെളിപ്പാട് കിട്ടുന്നത്. ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. ആൻഡ് ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹി ഈസ് ഇൻ മീ, ഐ ആം ബ്ലെസ്ഡ്. और ऐसे व्यक्तियों को एक प्रकाशन मिलता है कि आशीष एक व्यक्ति है और वो व्यक्ति प्रभु यीशु मसीह है और वो कहा है और वो मुझ में है, इसलिए मैं आशीषित हूं। ആമേൻ. മറ്റൊരു ഇൻഹെറിറ്റൻസ് ആണ് മത്തായി 15:26 നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. രോഗസൗഖ്യം നിന്റെ അവകാശമാകുന്നു. और मत्ती 15:26 के अंदर हम देखते हैं चंगाई आपका हक है। ഇന്ന് രാത്രിയിൽ ആമേൻ, നമ്മുടെ നാട്ടിൽ ആശുപത്രികളുടെ എണ്ണം വർദ്ധിക്കുക എന്നതല്ല ഈ നിലവിലുള്ള പ്രതിസന്ധിയെ അതിജീവിക്കുവാനുള്ള ഉപാധി. ഈ സത്യങ്ങൾ മനുഷ്യഹൃദയങ്ങളിൽ വെളിപ്പെട്ട് കിട്ടുക എന്നതാകുന്നു. और प्रियो, आज रात को दक्षिण भारत में केरल के अंदर जिस रीति से बीमारी फैल रही है उसका समाधान अस्पतालों की संख्या में वृद्धि करना नहीं, लेकिन प्रियो, यह प्रकाशन जो इन दिनों में आज रात हम सीख रहे हैं वो प्रकाशन व्यक्ति जीवनों को उसके अंदर उतर आना, वह है इन बातों का समाधान। നമ്മുടെ ഹെൽത്ത് സിസ്റ്റം 20 വർഷം മുന്നമേ ഉള്ളതിനേക്കാൾ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് സിസ്റ്റമാണ് നമുക്കുള്ളത്. और आप देखिए आज स्वास्थ्य विभाग जो चिकित्सा विभाग है पिछले समयों से कितना अधिक आधुनिक है, कितना अधिक
चीजों को वो कर पाता है। ലോകത്തിലെ ഏറ്റവും നല്ല ഹെൽത്ത് സിസ്റ്റം ഉള്ളത് അമേരിക്കയിലാണ് കോവിഡ് വന്ന് ഏറ്റവും അധികം ആളുകൾ മരിച്ചത്. അമേരിക്കയിലാണ് ഏറ്റവും അധികം ആളുകൾക്ക് കോവിഡ് വന്നത്. देखिए संसार में सबसे अधिक चिकित्सा पद्धतियां अमेरिका में है, लेकिन सबसे अधिक लोग कोविड से प्रभावित भी वहीं हुए, सबसे अधिक लोगों की मृत्यु भी वहीं हुई। അതാ ഞാൻ പറഞ്ഞത്, ഹെൽത്ത് സിസ്റ്റം, നല്ല ഹെൽത്ത് സിസ്റ്റം ഉണ്ടാകട്ടെ. പക്ഷെ അതൊന്നും അല്ല ഇതിൻ്റെ യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത്. ഈ സന്ദേശം മനുഷ്യ ഹൃദയങ്ങളിൽ എത്തിച്ചേരണം. ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള സന്ദേശം മനുഷ്യ ഹൃദയങ്ങളിൽ എത്തിച്ചേരണം. യേശു ക്രിസ്തുവിന് മാത്രമേ മനുഷ്യന്റെ സംഘർഷങ്ങളെ പരിഹരിക്കുവാൻ കഴിയുകയുള്ളൂ, രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുകയുള്ളൂ. और प्रियो, मुझे और आपको समझना है कि चिकित्सा जगत के अंदर का सुधार इन बातों का एक निदान नहीं है। यदि मैं और आप इस प्रकाशन को व्यक्ति जीवनों तक हम पहुंचा पाए कि यीशु के द्वारा चंगाई है, और मैं और आप चंगाई पाने के लिए, चंगा करने के लिए हमें वारिस ठहराया गया है, जब इस प्रकाशन को आप व्यक्ति जीवनों तक पहुंचा पाओगे, वहां पर रास्ता खुलेगा। രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്നവരാരെങ്കിലും ശാരീരികമായി രോഗമോ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിൽ കയറട്ടെ. പുത്രന്റെ അവകാശമാണ് രോഗശാന്തി, മക്കളുടെ അവകാശമാണ് രോഗശാന്തി. അങ്ങനെയെങ്കിൽ രോഗം എൻ്റെ ശരീരത്തിൽ ഇല്ലീഗലാകുന്നു എന്നുള്ള വെളിപ്പാട് നിന്റെ ഉള്ളിൽ കയറട്ടെ. और आज रात यदि आप शारीरिक रीति से आप निर्बल है, बीमार है, आज रात को आपके अंदर ये प्रकाशन आने पाए, मैं चंगाई का वारिस होने के लिए मैं बुलाया गया हूं, और बीमारी गैर कानूनी तरीके से मेरे शरीर में प्रवेश किया है, और उसे मुझे मेरे शरीर को छोड़ना पड़ेगा, ऐसा गहरा विश्वास आज रात को हमारे अंदर आने पाए। ഈ വെളിപ്പാട് നിന്റെ ഉള്ളിൽ കയറിയാൽ മതി. വേറെ ആരെങ്കിലും ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിന്റെ അകത്ത് ഈ വെളിപ്പാട് കയറുകയാണ് എങ്കിൽ നിന്നെ ദണ്ഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രോഗത്തെ നീ തന്നെ പുറത്താക്കും യേശുവിൻ നാമത്തിൽ. और प्रियो, यदि ये प्रकाशन मेरे और आपके अंदर आ जाए, आपके लिए कोई प्रार्थना करे अच्छा है, लेकिन मानो कोई प्रार्थना नहीं भी करे, आपके अंदर आया हुआ यह प्रकाशन पर्याप्त है आपके शरीर को तकलीफ पहुंचाने वाले उस बीमारी को, आपके शरीर को छोड़ने के लिए, कहने के लिए। ആമേൻ. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ, ഒരു ഇൻഹെറിറ്റൻസിനെ കുറിച്ച് കൂടെ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 20:32, അപ്പോസ്തല പ്രവൃത്തി 26:18 രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുകയാണ് എങ്കിൽ ആമേൻ, പുത്രന്മാർക്കുള്ള ഒരു അവകാശമാണ് ടു പ്രീച്ച് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം, ആമേൻ, സുവിശേഷം പ്രസംഗിക്കുക എന്നത് നിന്റെ അവകാശമാകുന്നു. और एक और मिरास के बारे में प्रेरितों की पुस्तक से मैं कहना चाहूंगा, और वह है परमेश्वर के वचन का प्रचार करना मेरा और आपका मिरास है और हमारा हक है. അതുകൊണ്ടാണ് 1 പത്രോസ് 1:12 കാണാൻ കഴിയുന്നത്, ദൂതന്മാരും കുനിഞ്ഞു നോക്കുകയാണ്. और इसीलिए पहला पत्रस 1:12 में हम देखते हैं स्वर्गदूत भी झुककर देख रहे हैं क्या हो रहा है. നിന്റെ അവകാശമാകുന്നു ഈ സുവിശേഷം പ്രസംഗിക്കുക എന്നത്, നീ പുത്രനാകുന്നത് കൊണ്ട്. और प्रियो, आप पुत्र होने के नाते आप सुसमाचार के प्रचार के लिए आपको ठहराया गया है, और वह आपका मिरास है, वह मुझे और आपको समझना है. നിങ്ങൾക്കറിയാമോ, ദാസന്മാർക്ക് പ്രസംഗിക്കാൻ കഴിയത്തില്ല, ദാസന്മാർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയത്തില്ല, പുത്രന്മാർക്കേ പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ. क्या आपको मालूम है कि दास सुसमाचार का प्रचार नहीं कर सकता, उसके पास में वह अधिकार नहीं. सुसमाचार प्रचार केवल और केवल पुत्र ही कर सकता है. അപ്പനെ കുറിച്ച് മക്കൾക്കേ പറയാൻ കഴിയത്തുള്ളൂ, ദാസന്മാർക്ക് പറയാൻ കഴിയത്തില്ല. पिता के बारे में पुत्र ही बोल सकता है, दास नहीं बोल सकता. അതാണ് ഇപ്പോൾ കർത്താവ് ഈ രാജ്യത്ത് ലോകവ്യാപകമായി പുത്രന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. और वही कारण है इन दिनों में परमेश्वर विश्व राज्यों में पुत्रों को खड़ा कर रहा है, पुत्रों को बाहर निकाल रहा है. പുത്രന്മാർ പ്രസംഗിക്കാൻ പോകുകയാണ്. पुत्र लोग प्रचार करने जा रहे हैं. ആത്മാവിൽ പുത്രന്മാർ രോഗികളെ സൗഖ്യമാക്കാൻ പോകുകയാണ്. आत्मा में पुत्र लोग बीमारों को चंगा करने जा रहे हैं. ആത്മാവിൽ പുത്രന്മാർ ഭൂതങ്ങളെ പുറത്താക്കാൻ പോകുകയാണ്. आत्मा में पुत्र लोग दुष्टात्माओं को निकालने जा रहे हैं. ആത്മാവിൽ പുത്രന്മാർ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. आत्मा में पुत्र लोग दुष्टात्माओं को बाहर निकालने जा रहे हैं. അത് സംഭവിക്കുന്ന സീസണിലാണ് നമ്മൾ ആയിരിക്കുന്നത്.
प्रियो मैं और आप ऐसे मौसम में है जहां पर ये बातें होने जा रही है। അതിനാണ് ഈ സന്ദേശം ലോകം മുഴുവൻ കർത്താവ് ഇപ്പോൾ അനേകം ദൈവദാസന്മാരിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. और प्रियो वही कारण है इन दिनों में विश्व राज्यों में परमेश्वर अपने दासों के द्वारा पुत्रत्व के प्रकाशन को, पुत्रत्व के संदेश को पहुंचा रहा है. ഈ ദിനങ്ങളിൽ നിങ്ങൾ ഈ സന്ദേശം കേട്ടുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ ഒരു കൈമാറ്റം നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോകുകയാണ്. इन दिनों में यदि आपने इन संदेश को सुना तो मैं विश्वास करता हूं आज रात को आपको प्रभु आपके हाथों में कुछ बातों को देना चाहता है. ഒരു പകർച്ച നിങ്ങളുടെ മേൽ സംഭവിക്കുവാൻ പോകുന്നു, ഒരു കൈമാറ്റം നിങ്ങളുടെ മേൽ സംഭവിക്കുവാൻ പോകുന്നു, ഒരു ധൈര്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ആമേൻ. വെളിപ്പാടുകളുടെ ഒരു വലിയ ആമേൻ ഒഴുക്ക് നിങ്ങളുടെ മേൽ സംഭവിക്കുവാൻ പോകുന്നു. आज आपके जीवन में प्रभु कुछ बातों को उंडेलना चाहता है, कुछ बातों को प्रभु आपके हाथों में सौंपना चाहता है. प्रकाशनों का एक बहुतायत के साथ में परमेश्वर आज रात को आपको भरना चाहता है. ഇതെല്ലാം കൂടെ എനിക്ക് ഈ സമയങ്ങളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് ഇതൊരു 20 വർഷം മുമ്പെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ശുശ്രൂഷയും ജീവിതവും ഒക്കെ വ്യത്യസ്തമാകുമായിരുന്നല്ലോ എന്നുള്ള ചിന്തയാണ് എൻ്റെ ഉള്ളിൽ കയറിയത്. और इन दिनों में जब इस प्रकाशनों को मैं पा रहा हूं, मैं मन में सोच रहा हूं अगर 20 साल पहले ये प्रकाशन मुझे मिला होता तो आज हम कहां पर होते, किस स्तर में चीजें हो रही होती. എന്നാൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരോട് പറയട്ടെ, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ആമേൻ വൈകിപ്പോയിട്ടില്ല. ഇപ്പോഴെങ്കിലും നീ വെളിപ്പാടിലേക്ക് വരികയാണ് എങ്കിൽ ഈ തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. आज रात को मुझे सुनने वाले प्रियो से मैं कहना चाहूंगा, आप ऐसा न सोचिए कि विलंब हो गया. प्रियो, विलंब नहीं हुआ है. अब भी, आज भी यदि इस प्रकाशन को आपने ग्रहण कर लिया, आपके द्वारा अद्भुत कार्यों को परमेश्वर का आत्मा करने जा रहा है. ഞാൻ ഈ സന്ദേശത്തിന് കൊടുത്ത തലക്കെട്ട് എന്താണെന്ന് അറിയാമോ? പുതിയ നിയമത്തിന്റെ പുത്രന്മാർ അധികാരത്തിൽ. और इस संदेश का शीर्षक मैंने किस प्रकार से दिया है? मेरा शीर्षक यह है कि नए नियम के, नई वाचा के पुत्र लोग अधिकार के साथ में. ആമേൻ. എത്ര ആമേൻ. പുതിയ നിയമത്തിന്റെ പുത്രന്മാർ അധികാരത്തിൽ, ഭരണത്തിൽ ആയിരിക്കുന്ന പുതിയ നിയമത്തിന്റെ പുത്രന്മാരുണ്ട്. ഒരുമിച്ച് നമുക്ക് ആത്മാവിൽ ആരാധിക്കാം. और आज कितने नए नियम के पुत्र लोग हैं जिन्हें अपने अधिकार के बारे में यकीन है. उस अधिकार के साथ में ताली बजाते हुए आत्मा में प्रभु की आराधना करते रहिए. आशबचल बराखनी लमजला मनखुदुर जलबखातना रियांथुना समराकातना रेगाना जोलुबारा का इसमें तल यरेमा जोला रमंथना रुशाला रकचन मैंने अथरगले विल पिचरे निवाई खसुर बजनासिली अर्थना शोराला मंस्किल मना रुबाना सैका तुर्बिनी अजिली अर्थोना लगाना रियांथना नौरा बकाना संथना आत्माविलागा जाति पर कस्पिचने अलबर्थिनी चारबेकल तरा लबर्थुने लम तुर्बिनी अवल तुर्बिनी जगल थारा रुजाला थैला